എന്തായിരുന്നു ഇതിന്റെ പേരെന്തായിരുന്നു ദീപ ചേച്ചി? അല്ല ദീപ ചേച്ചി പിന്നെ അല്ല അങ്ങനെ കുടുംബനില്ല ആ കുടുംബച്ചൻ കുടുംബച്ചനാണ് ഗുയിസ് കണ്ടോ ദേ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഓടിപ്പോയി പണിയെടുക്കുന്ന ഒരാളാണ് എനിക്കുന്നത്. അയ്യോ ചോമ കോവയ്ക്ക പണി ചെയ്തുണ്ട് പക്ഷെ വിയർക്കുന്നില്ല നിന്റെ. വണ്ടി ആ കിടക്കുന്നേ പിന്നെ കണ്ണൂരുള്ള ആരുടെയാന്ന് പറഞ്ഞു കോൺഗ്രസോ വയനാട്ടിലെ അമ്മേ ആണോ കൂട്ടുകാരന്റെ അതാണല്ലേ. വിശ്രമിക്കുക വെള്ളം കുടിച്ച്. പട്ടീനെ അകത്ത് കയറ്റൂല, ഇതൊക്കെ എന്റെ പണിയാ. ഇവിടെ നിന്ന് കുടിക്കുന്ന കണ്ടു. അവള് പ്രസവിക്കാനായി, അവൾക്ക് തണുപ്പ് വേണം, പുറത്തൊന്നും മരമില്ല, ചൂടുണ്ടേ. ഇവ എന്തിനാ അവന്റെ അമ്മയാണ്, അവന്റെ അമ്മയുടെ പ്രസവത്തിന് വന്ന് കിടക്കുന്നതാണ്. ഇവർക്ക് അവർക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി ഇത് അമ്മയുടെ പ്രസവത്തിന് വന്ന ഭാര്യയുടെ പ്രസവത്തിന് വന്നാൽ ഓടിച്ചിടുന്നുണ്ട്. അതായത് ഡോക്ടർ ചോദിക്കില്ലേ കുഴിയുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്, അപ്പൊ അവൻ ചാടിയിടിക്കും. മൂത്ത മോൻ പോയി കണ്ണു തെറ്റിയപ്പോ പോയി. കൊമ്പത്തെ നടത്തിട്ടാണോ ഇനി വന്ന് കിടക്കുന്നത്? 10 മിനിറ്റ് ഇവനെ വേറെ വീട്ടിൽ വളർത്താൻ കൊടുത്തു, തിരിച്ചുകൊണ്ട് കൊടുത്ത അവനെ സൺബാത്തിന് ഇറങ്ങിയതാണ്. അത് നട്ടുച്ചക്ക് അവനറിയാം സൺബാത്തിന് ഉച്ചക്ക് സൂര്യൻ വരത്തുള്ളൂ അവനറിയാം. അവിടെ കണ്ടില്ല 2 പേര്. ഇവനാ കോഴിയെ പിടിക്കാൻ ഓടും കേട്ടോ. പാക്കരൻ അതേതാ ഒരു കോഴി? വേണ്ട ഇല്ല എന്നെ അതിൽ കൂടെ കാണാം. ഇവിടെ മാവ് ശരിയല്ലേ? ചുറ്റും ഇഷ്ടം പോലെ മാവുണ്ടല്ലേ? കിടക്കുന്നു ചക്ക. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കുഞ്ഞാവെ ഞാൻ ആദ്യത്തെ കമന്റ് ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞാവെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല എനിക്കാ പറയാനുള്ളത്. നമ്മളുണ്ട് വീഡിയോ റെക്കോർഡിംഗ് ആണോടാ? അതിൽ കാണിക്കണ്ട, ഇനി എടുക്കണ്ട, അത് സെറ്റാക്കി വെച്ചിരിക്കാൻ. അതിലുണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ അതെ കുഞ്ഞാവയ്ക്ക് പറയണേ, കുഞ്ഞാവ് മുന്നോട്ട് വരണം എന്നെ പോലെ. അതുകൊണ്ട് ഞാൻ സമ്മതിക്കാഞ്ഞിട്ടല്ല, വേണ്ടാഞ്ഞിട്ടായിരിക്കും. അല്ല ഇപ്പൊ കണ്ടോണം, നിങ്ങൾക്ക് സംസാരിക്കണോ? ഞാൻ പഠിപ്പിച്ചു കൊടുത്തല്ല, തന്നെ പറയണ പിടിച്ചോണ്ടിരുത്തിയതേ എൻ്റെ വലിയ കാര്യം. അതായത് നമ്മൾ എന്ത് നല്ല സമാധാനവും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതം. യൂട്യൂബ് തുറക്കാൻ വയ്യ, എവിടെ നോക്കിയാലും ഞാന് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അക്ക. റിയാക്ഷൻ വീഡിയോ ഇടുന്ന എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്താണാവുന്ന എന്താണ് പാക്കരവായില് മലന്ന് കിടന്ന് കടിക്കുക, എന്നാലല്ലേ ഇങ്ങോട്ട് ഇറങ്ങിപ്പോടും. കൊറേ നേരം ആയി. എടാ ഞാൻ രാവിലെ തന്നോട്ട് ഇഡലി ആണോ? കോപ്പിറൈറ്റ് ഉള്ള ചുമയും കൊണ്ട് വന്നിട്ടുണ്ട്. നിന്നെ കാണാം അവിടെ ഈ ജനലിൽ കൂടെ ക്യാമറയ്ക്കകത്തൂടെ അല്ലാണ്ട്. ആവിയുള്ള മിഷനൊന്നും ഇല്ല, പുട്ടുകൂടത്തി വെള്ളം ഒഴിച്ചങ്ങ് തരും, അതങ്ങ് വലിച്ചാൽ അത്രേ ഉള്ളൂ. നിന്റെ സുഖജീവിതം നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി കഴിഞ്ഞു. തലേ കൂടെ മറ്റേ തുണി ഇങ്ങനെ ഇട്ട് തരും. നീ അവിടുന്ന് അവിടെ ചെന്ന് ഇനി ചുമക്കാവും. ഞങ്ങൾക്ക് നിന്റെ ചുമ കേൾക്കാം. നിന്റെ പ്രായത്തിനും പക്വതയ്ക്കും പനിക്കൂർക്കാന്നല്ലേ, ഒരു തുണി ഇട്ടിട്ട് ഇവിടെ വെള്ളം വെക്കുക, എന്നിട്ട് മൂക്ക ചരുവത്തിലിടുക.
അല്ല ഇവിടെയൊക്കെ അത് അങ്ങ് വലിച്ചെടുക്കുക അതെ, വലിച്ച് വായി കൊടുത്തിട്ട് കളയും. ഈ ഭാഗം മൊത്തം ആവി ഒളിക്കാം മൊത്തം. അപ്പോൾ പെട്ടെന്ന് കൗക്കത്തി പോകും. ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടോ? അതാ നീക്കം ഉണ്ടാകുന്നതിന് മുന്നെയാണ് ഇവിടെ ആവി പിടിച്ച് തുടങ്ങിയതാ ആൾക്കാർ. അവര് വന്നില്ലല്ലോ അവിടെ രജനിയില്ല, ഓ പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടല്ലോ, ഇതൊക്കെ വിളഞ്ഞിട്ട് പോയാൽ മതി. ജയനോട് സംസാരിച്ചത് കാണില്ല. ജയനിയോട് രജനി അമ്മ അത് വരിക്കച്ചക്കയാണോ? അമ്മേ പൂവയാ. പൂഴയാ? കൂട് പോയി ഒന്ന് കളയുന്നു ഇപ്പോൾ. എന്നാ കുഴപ്പമില്ല, മധുരം തുടങ്ങുമ്പോൾ തിന്നാന്നല്ല. അല്ല അവിടെ ഒരു പറമ്പില് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. ഞാൻ നോക്കി നോക്കില്ല, പുഴുങ്ങാൻ പരിപാടി പച്ചയ്ക്ക് തിന്നാൻ കൊള്ളാവോ? അതുപോലും ആയിട്ടില്ല. പച്ചക്ക് ചക്ക എവിടെ? ദാ അവിടെ 2 ചക്ക ഓ ഞാൻ മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചായിട്ട് സാരി വെട്ടി കിട്ടുമായിരുന്നു. ഏത്? മൂവാണ്ട മാവ് നല്ല വാങ്ങിണ്ടാകുന്ന മാവായിരുന്നു. അതിന് മുറിക്കല്ലേ അമ്മ മാവൊന്നും? അവിടെ മൂന്നാമത്തെ കുത്തില വെച്ചാ ആ തിണ്ടിന് താഴെയുള്ള മൂവാണ്ട റോഡ് സൈഡിൽ അവിടെ ലൈനാണ്, ലൈൻ തോട്ടിലാന്ന് പറഞ്ഞിട്ടാണ്. എല്ലായിടത്തും കഴിഞ്ഞാ അതെ, നീ തന്നെ ഇത് പറയണ ലൈനാ പ്രശ്നമെന്ന്. ഞാൻ കറണ്ട് വള്ളിയാ ഉദ്ദേശിച്ചത്. ഇതും പറ്റും. ഇവിടെ ഒരു പ്ലാവ് നിന്നത് വെട്ടി ഈ ലൈൻ പോണം കൊണ്ട് അവരോട് ഈ ലൈൻ താഴ്ന്നു കുറഞ്ഞ താന്നു ഇത് മാറ്റി കെട്ടാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി. അവർ മാറ്റി കിടക്കുന്നു. നിങ്ങൾ കേസിലേക്ക് പരാതി കൊടുക്കും, താന്നു കൊടുക്കാം. അതാണ് മരം വെട്ടിക്കളയും അവര്. അപ്പം ഇരിക്കുന്നത് അവിടെ അത് പ്ലാവാണോ അമ്മേ അത് വെട്ടുന്നേ? അത് ചക്ക ഉണ്ടോ? ഇല്ല. എന്തോ കേബിളിന്റെ വള്ളിയാണോ? കേബിളല്ല, നമ്മുടെ അപ്പൊ ആടിന് തീറ്റയില്ലേ? അതിന് വെട്ടാൻ വെട്ടിക്കാൻ ആടിന് തീറ്റ കയറിയതാ? ചാച്ചനാണ് കയറിയേ? ഇല്ലല്ല. പറയണം സുഭാഷ സുഭാഷ നീ എന്നാ ചപ്പിട്ടേ? നീ ചായ ആരാ നിൽക്കാന്ന്? നീ ചപ്പ് വെട്ടി തന്നല്ലേ? ചായ ആരാ? പാൽ ചായ ആരാ? ആ പാൽച്ച കൊഴലപ്പം തരാം. കൊള്ളപ്പം തരാം, അച്ചപ്പം തരാം. അവന് രാവിലെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ആ വെറുതെ എല്ലാവരും താളടിയും ചിരിയും തുടങ്ങിയത്. ഒരാൾ എല്ലോ വെച്ചുള്ള കളിയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കലവില കേൾക്കാണ്ട് വീഡിയോ കാണാൻ പറ്റൂല എന്നൊക്കെ പറയും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പറയും എൻ്റെ കലവില കാരണം വീഡിയോ കാണാൻ വയ്യെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രധാനമായും നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ കാണിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ എനിക്ക് വരാതിരിക്കാൻ വഴിയില്ല. കാരണം 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് പറയുന്നവരെ എല്ലാവരും ഇട്ട് ക്രൂശിക്കും. നെഗറ്റീവ് പറഞ്ഞാലും അവർ നമ്മുടെ വീഡിയോ കാണുന്ന മനുഷ്യന്മാരല്ലേ, നമുക്കങ്ങനെ അവരെ അങ്ങ് തഴയാൻ പറ്റുമോ? കണ്ട പറയേണ്ട കാര്യം ഒന്നിനാണ് ഞാൻ കുഞ്ഞാവെ ഓർത്ത് അർദ്ധരാത്രി വരെ ഞാൻ പറഞ്ഞു കുഞ്ഞാ ഓർത്ത് വെച്ചോ, എനിക്ക് രാവിലെ പറയണം. അവൻ മറന്നു. കുറച്ചൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മെയിൻ ടോപ്പിക്കുകൾ മാത്രം, മെയിൻ ടോപ്പിക്ക്. പക്ഷെ കുറേ ഞാൻ വിട്ടുപോയി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്നവരെയും നിങ്ങൾ പോസിറ്റീവ് കമൻറ്റ് ഇടുന്നവരെയും അല്ലാത്ത കമൻറ്റ് ഇടുന്നവരെയും കിട്ടുന്നതൊക്കെ വായിക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ എനിക്ക് എളുപ്പമാണ്, കാരണം അമ്മ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇപ്പം അമ്മ 2 ദിവസമായിട്ട് എന്നെ വിളിക്കുന്നില്ല. അപ്പം മമ്മി വിളിച്ചോ? ആ ഒന്നീ കുഞ്ഞാവൻ്റെ കിച്ചുവിൻ്റെ അമ്മ പറഞ്ഞു തരും, അല്ല സുലുവെന്ന് പറഞ്ഞു തരും. ആ അതെ, കിച്ചുവിൻ്റെ അമ്മ എങ്ങനെയൊക്കെ എവിടുന്നേലും ഒക്കെ കമൻറ്റ് കണ്ടുപിടിച്ചിട്ട് കിച്ചുവിന് അയച്ചു കൊടുത്തിട്ട് നീ ഇതൊന്ന് ദീപ്തിയെ കാണിക്കണേ, ഒന്ന് കാണിക്കണേ. യൂട്യൂബ് തുറന്നു പോയാൽ ഇനി എൻ്റെ ഫോൺ ആയതുകൊണ്ട് തോന്നുന്നതാണോ എന്നെ തന്നെ ആയിട്ട് തോന്നുന്നത് പറഞ്ഞത്. ഇത് എൻ്റെ വീഡിയോ കണ്ട് ഞാൻ മടുത്ത്. പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരിൽ ഒരു കാര്യം പറയട്ടെ, ഒരുപാടടുത്ത് ഞാൻ എന്താടെ നീ എൻ്റെ എതിർ എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്ന 3 ആളാണ്. ഓ ചാച്ചനെ പിന്നെ ലാവലയും കൊണ്ട് വരുന്നത് കണ്ട് തരും എടുത്താ ഇനി എനിക്ക് ചേട്ടന് ഇഷ്ടപ്പെടില്ല. വേണ്ട 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 വേണ്ട. നീ അലുമിനിയം ഫാബ്രിക്കേഷൻ വരെ വിളിച്ചോ? വേറെ എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട് ഫോണിൽ. പക്ഷെ ഇതൊന്നും അത്യാവശ്യമായിട്ട് പറയാണ്ട് വേറെ വഴിയില്ല. സത്യം പറയാലോ, കമൻറ്റ് ഇട്ടവരോടൊക്കെ ഒരുപാട് നന്ദി. ഇത്രയും ആൾക്കാർ അതിലെല്ലാം സന്തോഷം. ഏത് ചാനലിൽ വീഡിയോ കണ്ടാലും അവിടെ എല്ലാം പോയി കാണുകയും ചെയ്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഓരോ ഓൺലൈൻ മീഡിയ ഇത്രയും കണ്ടൻറ്റോടുകൂടി പോയി സ്വസ്ഥമായി സമാധാനമായി. എൻ്റെ ക്യാമറാമാന്മാരെ തള്ളി മാറ്റി. എൻ്റെ കിച്ചുവൊക്കെ ഏതോ പറമ്പിലായിരുന്നു എന്നാണ് കേട്ടത്. കിച്ചു എടുത്ത വീഡിയോ നിങ്ങളൊന്ന് കാണണം. കിച്ചു മറ്റേ മിക്സി കിടന്ന് കറങ്ങുന്ന പോലെയാണ്. എന്നിട്ട് ഇങ്ങനെ കിച്ചണ് തോളത്ത് കയറ്റിട്ട് ഓൺലൈൻ മീഡിയ ചോദിച്ചു ഞാൻ എടുത്തു തരണോ മോനെ. അവൻ്റെ ദയനീയാവസ്ഥ കണ്ടിട്ടാന്ന് തോന്നുന്നു. പിന്നെ അതിൽ 1-2 ഓൺലൈൻ മീഡിയയുടെ നമ്പർ നമ്മുടെ കണ്ണൂരമ്മൂൻ്റെയിലുണ്ട്. അവരിടുന്നതിന് മുന്നേ അമ്മൂന് അയച്ച് കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മൾ സ്നേഹത്തോടെ സഹകരിച്ചൊക്കെയാണ് വിട്ടത്. ആവശ്യമില്ലാത്ത തമ്പനയിലും മനുഷ്യരെ വേദനിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ഇടരുതെന്ന് പറഞ്ഞു. ഇട്ടില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, റിയാക്ഷൻ വീഡിയോയുടെ കണ്ടന്റിലൊന്നും നമുക്കെതിരെ ഇല്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ തമ്പനയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടായിരുന്നു.
നിങ്ങൾ ചെയ്തതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലത്തെ റിയാക്ഷൻ വീഡിയോ ഇടരുത്. നമ്മളും എല്ലാവർക്കും ജീവിക്കണ്ടേ, നിങ്ങളും ജീവിക്കണം, അവരും ജീവിക്കണം. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിലരുടെ പലയിടത്തും ഞാൻ കണ്ടു എൻ്റെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്ന്. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്ന്? എൻ്റെ അല്ല, ഞങ്ങളുടെ കൊച്ചിനെ ആരോ വന്ന് കുട്ടീനെ കയ്യിലെടുത്തു. അതാരാന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിമിഷ നേരം മതിയായിരുന്നു. കാരണം വീഡിയോസ് കിട്ടാഞ്ഞിട്ടാണ്. വീഡിയോ കിട്ടിയ ആളെ കണ്ടു വേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പോയില്ല എന്നുള്ള നേരാണ് നമ്മൾ വേണ്ടത് ചെയ്യുന്നുണ്ട്. അതിനുള്ള സമയമല്ല. ഇപ്പം നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ചിന്തയിലാണ്. കാരണം അത് ചെയ്ത വ്യക്തി എന്തായാലും ഇത് അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ കോണ്ടാക്ട് ചെയ്യുമോ നോക്കട്ടെ 2 ദിവസം. അപ്പോൾ കുട്ടിയെ കയ്യിലെടുത്തിട്ട് കുട്ടിയുടെ അമ്മ ആരാന്ന് ചോദിച്ച് ശല്യം ചെയ്തു എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് എൻ്റെ അക്ക വന്നെന്നോ, ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എൻ്റെ റാണിയൊക്കെ വന്നെന്നോ അക്ക കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചെന്നോ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഈ തമ്പനയിലൊക്കെ റാണിയൊക്കെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു അങ്ങനെ ഇങ്ങനെയെന്ന്? അക്കേനെ ഞാൻ വിട്ട കേസാണ്. ഒന്നാമത്തെ കാര്യം, ഇത്രയും പ്രായമുള്ളൊരു പെങ്കൊച്ചുണ്ട്. ഇതിന് മുന്നേ അപ്പോൾ ചോദിക്കും എന്തിനാ റിയാക്ഷൻ വീഡിയോ ഇട്ടേന്ന്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യമായിട്ട് എനിക്ക് അക്കേൻ്റെ ഫാമിലിനെ പറ്റി അറിയില്ല. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ അക്കയ്ക്ക് തീർച്ചയായിട്ടും മാനസിക രോഗം തന്നെയാണ്. മാനസിക രോഗമുള്ളൊരു വ്യക്തിയെ തീർച്ചയായിട്ടും ഞാൻ ഉപദ്രവിക്കില്ല. കാരണം ഈ മാനസിക രോഗമുള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പല ചാനലിൽ ഇവരിടുന്ന എനിക്കെതിരെ ഇടുന്ന കമൻറ്റുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അയച്ചിട്ട് ചോദിച്ചു ഇവരെ ഒന്ന് അനലൈസ് ചെയ്ത് പറയാൻ. കാരണം ഒരു കമൻറ്റിൽ പറയും ദീപ്തിയോട് എനിക്കൊരു വ്യക്തിവൈരാഗ്യം ഇല്ലെന്ന്. അടുത്ത കമൻറ്റിൽ പറയും ദീപ്തിയുടെ അത്രയും തറയാവാൻ ഞാനില്ലെന്ന്. മൂന്നാമത്തെ കമൻറ്റിൽ പറയും ദീപ്തി മുടിഞ്ഞു പോത്തേ ഉള്ളെന്ന്. നാലാമത്തെ കമൻറ്റിൽ പറയും ഞാനും ദീപ്തിയും തമ്മിൽ നല്ല പരിചയമെന്ന്. പിന്നെ ഒരു കമൻറ്റിൽ പറയും ദീപ്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ ഉറപ്പല്ലേ ഒറ്റ വീഡിയോ എല്ലായിടത്തും. അതപ്പോ ഈ ഒന്നാമത്തെ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് അവര് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ചിലടത്ത് പറയുന്നു അവരാണ് കല്യാണം നടത്തി തന്നേന്ന് പറയുന്നു. കാരണം ഞങ്ങൾ തമ്മിലുള്ള അവിഹിതം തെളിയണമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കണമായിരുന്നു. അതുകൊണ്ട് പുള്ളി നേർച്ചയിട്ട് പുള്ളിക്കാരി വന്ന് കൈപിടിച്ചു തന്ന് എന്തൊക്കെയോ പറയുന്നു. അതൊരു മാനസിക രോഗി എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ അങ്ങ് ഒഴിവാക്കി വിടുക. പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അക്ക എവിടെ കമന്റ് ഇട്ടാലും നമ്മളെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും എല്ലാം കൂടി ചെന്ന് അക്കേനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. പക്ഷെ തൊലിക്കട്ടി എൻ്റെ അക്കേന്റെ. ഇന്നലെ എന്റെ അനിയൻ ഇന്നലെ വന്നില്ലേ, ആ വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ അക്കനെ നേരിട്ട് പോയി കണ്ടാലോ. 1-2 പേര് ചോദിക്കുന്നുണ്ട് കോണ്ടാക്ട് അക്കനെ നേരിട്ട് പോയി കാണാൻ വേണ്ടി. അതുപോലെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അക്കനെ അങ്ങനെ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ല. അക്കയ്ക്ക് ജോലി കൊടുത്ത കടയിലെ ചേട്ടനോട് ചേട്ടാ പാവത്തിന്റെ വയറ്റിപ്പഴപ്പം അതിനെ പറഞ്ഞൊന്നും വിടണ്ട, അവിടെ നിൽക്കട്ടെ. പിന്നെ ഇത്ര ഫ്രീ ടൈം കൊടുക്കാതിരുന്നാൽ മതി. പകൽ സമയത്ത് രാത്രി പോയിരുന്ന് ഉറക്കളച്ച് കമന്റ് ഇട്ടോട്ടെ. ഈ പകലൊന്നും ഇങ്ങനെ സമയം കൊടുക്കില്ല. ഈ നട്ടുച്ച സമയത്തൊക്കെ ചേട്ടൻ ഇത്രയും സമയം കൊടുക്കുന്നില്ല. ഭക്ഷണം കഴിക്കുക, അടുത്ത പണിക്ക് വിട്ടോണം. അല്ലെ കുറച്ച് നേരം അവിടെ ഫോൺ ഉപയോഗിക്കരുത്. ഞങ്ങൾ അത്ര നേരമൊക്കെ സമാധാനത്തില്ല. ഞാൻ അക്കനെ വിട്ട കേസെന്ന് പറഞ്ഞാൽ കൊച്ചിനെ, പിന്നെ അതിപ്പോൾ കൊച്ചിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കരുതായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവരെ പറ്റി ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ, ഇവർ കല്യാണം കഴിച്ച വീടല്ല, ഇവരെ ഏത് വീട്ടിലാണോ ജനിച്ചത് അവിടുത്തെ സാഹചര്യം ഇത് തന്നെയാണ്. അവർ രാവിലെ തന്നെ തുടങ്ങുന്നത് പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ടാണ്. അവരുടെ സുപ്രഭാതം തുടങ്ങുന്നത് പരസ്പരം തെറി വിളിച്ചിട്ടാണ് അവർ തുടങ്ങുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയൊന്നും ഒരിക്കലും നന്നാവില്ല. കാരണം സ്റ്റേഷനിൽ പോയി മാപ്പ് പറഞ്ഞ് ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞവരാണ് തിരിച്ചിറങ്ങി കമന്റ് ഇട്ടത് എസ് ഐ കാല് പിടിച്ച് മെഴുകിയെന്ന് അവരോട്. എസ് ഐ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്ന് ഇത്തവണത്തേക്ക് നിന്നെ ഞാൻ ക്ഷമിച്ചേക്കാന്ന്. ഇങ്ങനെ പറയുന്ന ഒരു സ്ത്രീക്ക് മാനസിക രോഗമല്ലേ? നമ്മൾ വേണ്ട ഇത് തിരിച്ചറിയാൻ. നമ്മളെ കുടുംബത്തിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് മാനസിക രോഗം വന്ന് നമ്മളെല്ലാവരുടെ വേണ്ട രക്ഷിക്കാൻ, അല്ലെ സഹായിക്കാൻ. അതുകൊണ്ട് അവരെ ഞാൻ വിട്ടതാണ്. ഈ കല്യാണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അവരെ പറ്റി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഓരോ ഓൺലൈൻ മീഡിയയോടോ എൻ്റെ സ്വന്തം ചാനലിലോ ഞാൻ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവരാണ് കുട്ടീനെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയതെന്നോ അവർക്ക് മാനസിക രോഗമാണെന്നോ ഒന്നും ഞാൻ ഈ അടുത്ത കുറച്ച് സമയങ്ങളിൽ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് അവരിനെ അവരുടെ വഴിക്ക് വിട്. അക്ക നിങ്ങൾ വന്ന് കമന്റ് ഇടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഒരു സന്തോഷം. ഞങ്ങളിപ്പോൾ കണ്ട സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അതിൻ്റെ ഒരു പ്രശ്നമല്ലേ? അപ്പോൾ അക്ക കേസ് അവിടെ വിട്ടിട്ട് കുട്ടീനെ കൊണ്ടുപോകാൻ നോക്കിയിട്ടില്ല. കുട്ടീനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഇത് ആരാന്നൊന്നും അറിയാനുള്ളൊരു ത്വര ആ അമ്മായിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിൻ്റെ കളറും രൂപവും എല്ലാം വെച്ച് പിന്നെ വന്ന ഓൺലൈൻ വീഡിയോസിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മിന്നു തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസ് അവിടെ കഴിഞ്ഞു. പുള്ളിക്കാരിനെ എനിക്കറിയാം. ഇതെന്താ പിന്നെ അല്ല, അതിന് മേളത്തെ ഉണ്ട്. പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് മതി. താലി, ഈ താലിയുടെ പേരിൽ പല ഭാഗങ്ങളിലും അത് ഞാൻ വായിക്കുന്നുണ്ടല്ലോ കേട്ടോ. എനിക്ക് ആൾക്കാർ സ്ക്രീൻഷോട്ട് അയച്ചിരുന്ന എൻ്റെ താലിയുടെ പേരിൽ കുറേ തമ്മിലടി കണ്ടു. ഓ ഭാഗ്യം, ദീപ്തി ടീച്ചർ ഇന്ന ജാതിയാണല്ലോ, ഞങ്ങളുടെ ജാതിൻ്റെ താലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാണ് ഈ താലീൻ്റെ പേര്? ഞാൻ പൊതുവെ ജാതിയും മതവും കാര്യവും നോക്കുന്ന ഒരു വ്യക്തിയല്ല. ഞങ്ങൾ രണ്ടും അതെ, ഞങ്ങൾക്ക് 2 പേർക്കും ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഞാൻ കുഞ്ഞാവെ പറയാൻ സമ്മതിക്കാത്തതല്ല. നീ പറ ബാക്കി.
സിമ്പിൾ ലൈഫ്, ഫ്ലോ കളയണ്ടാന്ന്. അത് എൻ്റെ ഈ താലീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ട, നിങ്ങൾക്ക് കുഞ്ഞ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയോ ഞാൻ ക്ലിയർ ആയിട്ട്? ഇല്ല, പോക്കണം. ക്യാമറ കുറച്ച് എടി. ഇപ്പോൾ സെറ്റ്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കണ്ടോ? ഇതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെയും കുഞ്ഞാവയുടെയും പേരാണ്. അതായത് ഇപ്പോൾ കാണാവോ? പേര് കാണാവോ? നെറ്റ് കാണുന്നില്ല. ഇപ്പോൾ കാണാവോ? പേര് കാണണമെങ്കിൽ സൂം ചെയ്ത് നോക്കുന്നത്. ജിൻ കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണാവോ? അപ്പം ക്ലിയർ. ഒന്നും പറ്റില്ല, ഒരു ഫോട്ടോ എടുത്തുക. അതായത് ഞങ്ങൾ കുറേ താലികൾ ഇങ്ങനെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാനും കുറേ ഷെയർ ചെയ്ത് നോക്കി. ഷെയർ ചെയ്ത് കുഞ്ഞാവയ്ക്ക് ഇതാണ്, കുഞ്ഞാവ് എനിക്ക് കുറച്ച് ഷെയർ ചെയ്ത്. ഷേപ്പ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ ആ ഷേപ്പ് ചൂസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഷേപ്പ് എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റൈലാണ്. എനിക്കിഷ്ടമാണ് തമിഴ്നാട് സ്റ്റൈൽ. കുഞ്ഞാവയ്ക്ക് എന്നോട് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ ആ ടൈപ്പ് ഒരു ഷേപ്പ് നമ്മൾ തീരുമാനിച്ചിട്ട് ഇത് ദൈവങ്ങളുടെ പടമുണ്ട്. നമുക്ക് പൊതുവെ ഒരു ദൈവത്തിനോട് പ്രശ്നവുമില്ല, ഒരു ദൈവത്തിനോട് ആരാധനയില്ല, ഒന്നുമില്ല. ആ ഒരു രീതിയിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, തൽക്കാലം ദൈവങ്ങൾക്ക് പകരം നമ്മുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ വേറെ ഏതോ വീഡിയോയിൽ താലി മറ്റേ ചരടിയിൽ നിന്ന് മാലയിലാക്കുന്ന ഒരു സീൻ എവിടെയോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു അത്യാവശ്യമായിട്ട് പറയാം. അതുകൊണ്ട് എൻ്റെ താലിക്കും ഞങ്ങൾക്കും ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ വെച്ച് ചടങ്ങ് നടത്താഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ചെയ്തു തരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കതില്ലെന്ന് പറഞ്ഞാലും വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം നടന്നൊരു കാര്യമാണ്. അതിൽ ആരുടെയും വിശ്വാസത്തെ നമ്മൾ ഒന്നും വേണ്ടാന്ന് അല്ല, നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ വിശ്വാസത്തെ നമ്മൾ കുറച്ച് കാണാനും പാടില്ല. അതുകൊണ്ട് കുടുംബത്തിലുള്ളവർ പറഞ്ഞു ഇന്നയാൾ വേണം കല്യാണം നടത്തി തരാൻ, ഇന്ന കർമ്മി വേണം, അത് പറഞ്ഞ് നമ്മളതനുസരിച്ച്. പക്ഷെ താലി ഓപ്ഷൻ നമ്മുടെ ആയിരുന്നു. ദൈവങ്ങളില്ല, ഇതൊന്നുമില്ല. ഇനി എം എന്താണെന്ന് ചോദിച്ചാൽ എമ്മിന് പ്രത്യേകിച്ച് ഈ ഒരു ഷേപ്പ് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസിലുള്ളത്. ഇനി വേണേൽ മലയാളി എന്ന് വേണേൽ ഇട്ടു. ഇനി അടുത്ത വരും ദീപ്തി ടീച്ചറിന്റെ താലിയിലെ എമ്മിന്റെ അർത്ഥം മനസ്സിലായോ ഗൈസ്? ദയവേദി എന്നെ ഇനി അങ്ങ് വെറുതെ ഇവിടെ എന്നെ പറ്റിയുള്ള വീഡിയോസ് ദയവേദി ഒരു ഓൺലൈൻ വീഡിയോ കാര്യം ചെയ്യട്ടെ. ഞങ്ങൾ വിട്ടായിരുന്നു. ഞാൻ അതിനുള്ള ആളൊന്നും അല്ല, അത്ര സെലിബ്രിറ്റിയും കാര്യമൊന്നുമല്ല, അത്രയും തന്നെ അതല്ലേ അല്ല. അതാണിത്. ഇനിയുള്ള തലമുറയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും താലിയിൽ മറ്റേ പല ചിഹ്നങ്ങൾക്ക് പകരം ഇങ്ങനെ ചേർക്കണേ ചേർക്കാം, ഇതിന്റെ ചെറുതാക്കണമെങ്കിൽ ആക്കാം. ഇത് കുഞ്ഞാവ ഇവിടെ തന്നെ ചിറയിൽ ജ്വല്ലേഴ്സ് അല്ലെ ഞാൻ അവരെ കൊണ്ട് പണിയിപ്പിച്ച അവിടുത്തെ ആ ചേട്ടൻ പണിഞ്ഞു തന്ന താലിയാണിത്. ഈ മാലേന്റെ കുഴ അതിലോട്ട് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ അന്നത്തെ ദിവസം താലി അത് ആ കർമ്മി കെട്ടി തന്നപ്പോൾ ഈ സെന്ററിലായി പോയപ്പോഴാണ് ഈ രണ്ട് കമ്പ് ഇങ്ങനെ സൈഡിലോട്ട് വാല് പോലെ നിന്നിട്ട് പലർക്കും മനസ്സിലായില്ല. പക്ഷെ ഈ ഷേപ്പ് വെച്ച് പലരും പറഞ്ഞു ഓ ഞങ്ങളുടെ ജാതിയുടെ താലിയാണ്. അപ്പോഴത്തേക്ക് അടുത്ത ആള് അല്ല ഇത് ഞങ്ങളുടെ ജാതിയാണ്. പിന്നെ ജാതി പറഞ്ഞു, ജാതിക്കയായി, ചക്കയായി, മാങ്ങയായി, പ്രശ്നമായി, എസേപോലെ കമന്റുകൾ എടുക്കാം. അപ്പൊ മനസ്സിലായല്ലോ ഇതിലങ്ങനെയല്ല. ഞങ്ങളുടെ കിടുവില്ലേ, കിടുവിന്റെ ജാതി ബർത്ത് സർട്ടിഫിക്കറ്റില് ജനന സർട്ടിഫിക്കറ്റിൽ അവൻ്റെ ജാതി നിൽ എന്നാണ്. അതായത് അവന് ജാതിയില്ല, അത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മനസ്സുപോലെ തന്നെയാണ് അവനെ വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും ഇല്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തവർക്കൊന്നും ഒരു വിശ്വാസമില്ല, വിശ്വാസമുള്ളവരാണെങ്കിൽ ഭയങ്കര വിശ്വാസികളുള്ളൂ. ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ വാളടയ്ക്കണോ അവർ കസേര എടുത്ത് വെച്ചാൽ മതി അടയാളിക്കാൻ. അപ്പോൾ ഒന്നതാണ്. പിന്നെ ഈ ആഴ്ച അല്ലെ അടുത്ത ആഴ്ച കിളിക്കുഞ്ഞിൻ്റെ ചോറുകൊടുപ്പുണ്ടായിരിക്കും. അതുപോലെ കുറേ പേരൊക്കെ ഇടുന്നുണ്ട് സ്വന്തം കുഞ്ഞുമായി ദീപ്തി ടീച്ചർ കുഞ്ഞാവയുടെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പേരിടുന്നുണ്ട്. അത് തമ്പുനയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അതിലും കുറേ പേര് വന്നിട്ട് ഇടുന്നുണ്ടൊക്കെ. അവൻ്റെ ഒരു ഭാവിയുള്ളതല്ലേ ഒറ്റയടിക്ക് കളയണോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ കയറി താമസത്തിന് വന്നപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ബന്ധുക്കളൊക്കെ ചോദിച്ചു ഏതായി കുഞ്ഞെന്ന്. അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാണ്. കല്യാണത്തിന് മുന്നേ നീ സാരിൽ കൊണ്ട് ചിരിച്ചു ഇവിടെ എല്ലാം എല്ലാവരുടെ പരിചയപ്പെടുത്തി കൊടുത്തേക്കുന്നത് എൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ തമ്പനിയിലും കൂടി ഇട്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവരോട് സംസാരിച്ചോ? പറഞ്ഞേ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇവിടെ ഫാൻ വെക്കുന്നതാണോ? ഇവിടെ ഫാനിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഇപ്പോൾ നട്ടുച്ചയല്ലേ? ഇപ്പോൾ സമയത്ത് ഇറങ്ങി ഇപ്പോൾ സമയം 2:35 2:35. എന്നാലും കാറ്റുണ്ടല്ലോ. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അവരെന്തോ ഒരു സാധനം എടുക്കാൻ പോയത് അതിന്റെ ഫൈബർ കണക്ഷന് വേണ്ടിട്ട്. അമരിപ്പോ വരും.
ഞാൻ ചെയ്തിട്ട് വരാം. എടാ നിന്റെ കാലടെ മണ്ട അത് കണ്ടോ, സ്വന്തം കാലിൽ കടിക്കുന്ന പാക്കരൻ കണ്ടോ. അടുത്തതായി പറയാനുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത് ആഭരണം. ആ എന്തിനാ ഇത്രേ വലിച്ചു വാരി സ്വർണ്ണമൊക്കെ ഇട്ട് കല്യാണം കഴിക്കുന്നേ, ഇത് രണ്ടാം കെട്ടല്ലേ, അതും രണ്ടാം കെട്ടല്ലേ എന്ന് ഒരുപാട് അങ്ങനെ കുറച്ച് പേർക്ക് വിഷമമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അങ്ങനെയാണ് എനിക്ക് രജിസ്റ്റർ കല്യാണം കഴിക്കാനായിരുന്നു ഇഷ്ടം. അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഈ കല്യാണത്തിൽ എൻ്റെ ഇഷ്ടങ്ങളെന്നും പറഞ്ഞൊരു സാധനത്തിനെ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. കുഞ്ഞാടെ ആഗ്രഹം എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ നടത്താനാണ്. അത് നല്ല രീതിയിൽ തന്നെ നടത്തി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിനക്ക് വിഷമമുണ്ടോ അതിൽ? നല്ല വിഷമമുണ്ടോ? സ്വർണം കൂടുതലിട്ട് കുഞ്ഞാക്ക് വിഷമമില്ലാത്ത അല്ല, ഇത് സ്വർണ്ണമാണോ അല്ലെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ പോരെ അല്ലേ അച്ചു? പാക്കരൻ തടി തിന്നാനുള്ള പ്ലാനിങ്ങില്ല. മാന്തി നിന്നെ ശരിയാക്കി ഞാൻ. നീ അല്ലേലെ കുർത്തം കെട്ടതാ വിളിച്ച് വരയ്ക്കാത്ത. അമ്മാണ് ഏതിലൊക്കെ വഴി ഓടിക്കും. ഞാനാണ് വിളിച്ച് അകത്തും കെട്ടുക. രാവിലെ റെഡിയും കൊണ്ട് പോയി നോക്കാം. തിരുന്നുണ്ടോ സോഫടക്കം? എന്നാ വേദനിച്ച അല്ലെങ്കിൽ പോലും അവനെ വിഷമിപ്പിക്കല്ലേ, പിഞ്ചു മനസ്സിനുണ്ട്. അവന്റെ മടി ഇരുത്താൻ അവന്റെ എല്ല് പോയി. ആ കള്ള ചെറുക്കൻ ഇവനെ കെട്ടിയിട്ടെടുത്തൊന്ന് നഴിക്കാൻ ചെല്ലണം. കാലൊന്നും കിട്ടിയതാ അവന്റെ ഇത് പൊട്ടിയതാ, ചെരുപ്പിട്ട് പൊട്ടിയതാ. പണ്ട് പൊട്ടിയതാ. അഴമ്പാ വെറുതെ ചിരിക്ക് നോക്കിയേ. അവന്റെ കൈ പിടിച്ച് വായി വെച്ചോളൂ. ഞാൻ അങ്ങനെ ചെയ്യാറ്. അവൻ മുമ്പേ കടിക്കുമായിരുന്നു അവന്റെ കൈ തന്നെ. ഞാൻ നിനക്കിത് കിട്ടും കേട്ടോ. അവന്റെ വായിക്ക് ചുറ്റും പല്ല. അതെന്റെ കാലം കേട്ടോ. ഒരു കാല് തരാൻ ഒന്നീ കസേര കാലല്ലേ നമ്മുടെ കാലല്ലേ അവന്റെ കാല്. അപ്പൊ ഞാൻ വെറുതെ ഞാൻ വീഡിയോ എടുക്കട്ടെ. ഫ്ലോ പോയി. എന്തുവായിരുന്നു? അല്ല ഇതിപ്പോ ഇതൊന്നും ഇല്ലാണ്ട് സാധാരണ രീതിയിൽ അപ്പൊ വരും. ഓ രണ്ടാം ഘട്ടമായോണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നതല്ലേ എന്ന്. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ നടത്തി. അതിലിപ്പോ പറയാനുള്ളവർ പറയുക. രണ്ട് പറയാ എന്തെങ്കിലുമൊക്കെ പറ. ഇല്ല എല്ലാവരും പറഞ്ഞു ഞാൻ നിന്നെ സമ്മതിക്കുന്നില്ല. ചക്കര പാവം കുഞ്ഞാ എന്റെ ജീവിതം പോയില്ല. ശരിയാട്ടോ. എന്തെങ്കിലും തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാന്നായിരിക്കും. കിച്ചുവിനെ അങ്ങനെ പറയാതെ. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. അടുത്ത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു. വേറെ ഉണ്ട്, ഇതൊന്നും അല്ല നിന്നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ രാവിലെ വെറുതെ കുറച്ച് മുന്നേ എടുത്തിരുന്ന് എഴുതി ഓർത്തതാ. നിന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞത് നീ ഓർക്കും. മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല കുഞ്ഞാ ഇത് ഓർത്തുപോയി 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ 3 കാര്യം എന്നോട് പറഞ്ഞു. അക്കേന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പളാ. കിളിക്കുഞ്ഞിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കിടുവിന്റെ കാര്യം പറഞ്ഞുതരാം ഓർമ്മ കൊണ്ട്. അതായത് കിടു ജനിച്ച് കയ്യിൽ കിട്ടിയ കാലം തൊട്ട് എന്ന് അവനെ നോക്കുന്നത് നമ്മൾ തന്നെയല്ലേ. നമ്മളെ വീട്ടിലുള്ളവരല്ലേ നോക്കുന്നേ, അല്ലാണ്ട് പുറത്തുനിന്ന് ആളെ നിർത്തിയല്ലല്ലോ കിടുവിനെ നോക്കുന്നേ. പിന്നെ ഈ കല്യാണത്തിൻ്റെ അന്ന് കല്യാണ പന്തലിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്ന് ദിവസം മൊത്തവും ഞാൻ കിടുവിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം എന്നാണോ പറയുന്നത്. കിടുവിനെ മൈൻഡ് ചെയ്തില്ല, അതായതാണ്. ഇപ്പം നമ്മളെ വീഡിയോ കണ്ടാലും കിടു നിൽക്കത്തില്ല. അവൻ വളർന്നു. അവനെ ഒരിക്കലും ഞങ്ങൾ ചെറിയ പ്രായം തൊട്ട് ഇതുവരെ അവനെ അവൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ലാണ്ട് മാറ്റിയിട്ടില്ല. വീട്ടിലായാലും അവൻ പറമ്പിലും എല്ലായിടത്തും ആയിരിക്കും. ഇവിടെ അവൻ ഓഡിറ്റോറിയം, ഇത്രയും വലിയ ഓഡിറ്റോറിയം, ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ അവൻ ഓടി നടക്കും. മാത്രമല്ല നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിയാലോ കാണുന്നവർക്ക്. കുഞ്ഞാടങ്ങിരി കുഞ്ഞാ അത് മര്യാദക്ക് ഇരുന്നല്ലേ. ഞാൻ വീഡിയോ അവൻ കളിക്കട്ടെ, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി. കിടുവിനെ പോലെ നീ പിടിച്ചു വെക്കല്ലേ. കൈ ഞാൻ അടിച്ചു കൊടുക്കുന്നു. എന്നോടാ അങ്ങനെ തോന്നി. എനിക്ക് ഒന്നും ഞാൻ തരത്തില്ല. ഇങ്ങനെയാണ് എന്റെ വീഡിയോക്ക് തരാം. നീ സത്യം പറ, നീ വേറെ ഏതെങ്കിലും ഒക്കെ ആണോ? അക്കനാണോ നീ? കുഞ്ഞാടങ്ങിരി കുഞ്ഞാ. ഞാൻ അമ്മു, നമ്മളെ അമ്മൂല്ലേ വീട്ടിലെ അമ്മു, അണ്ണാണിയുടെ അമ്മു. പട്ടി കടിച്ചാൽ തിരിച്ച് പട്ടിയെ കടിക്കും. ഇവിടെ ഒരു പാടുണ്ട്, അത് എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കരുത് നാട്ടുകാർ. പട്ടി കടിച്ചതാ. ഞാൻ കടിച്ചു. ഫോൺ വിളിച്ചു ആ വഴി പോക്കോ.
പകല പുറകെ ചെല്ലു, ഇനിയിപ്പോ കളിക്കും, ചെല്ലു പോടാ. ഇല്ല പോവാത്തെ കാലിമിച്ചിരിക്കുക. ആ അതായത് എന്തായിരുന്നടാ പറഞ്ഞത്, കിടുവിന്റെ കാര്യം. കിടുവിന് നല്ല ചുമയും പനിയും. എന്തിനാ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിക്കുന്നത്? കിടുവിന് നല്ല ചുമയും പനിയും ഉണ്ട്. ആ സമയത്ത് ഞാൻ പന്തലിൽ കയറുന്നുണ്ട് കിടുവിനെ എടുത്തോണ്ടിരിക്കണം. കിടുവിനോട് ഞാൻ യാത്ര പറഞ്ഞില്ല, കിടുവിന് ഉമ്മ കൊടുത്തില്ല. ഞാൻ ആ വീട്ടിലോട്ടല്ലേ പോന്നേ. ഞങ്ങളുടെ കിടു, ഞങ്ങളുടെ വീട്, നിങ്ങൾക്ക് അറിയാൻ സ്നേഹിക്കാനൊക്കെ ഈ അനാവശ്യ കാര്യം ഞാൻ കുത്തിരിപ്പോൾ കിളിക്കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തു, കിടുവിനെ എടുത്തില്ലാന്ന്. അതൊക്കെ പോട്ടെ, കിടുവിന്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്ന് ഒരു സെക്കൻഡ് വല്ല ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിയേ കാണാം. ആ വീഡിയോ കൃത്യമായിട്ട് കാണാം. അമ്മൂൻ്റെ ഒന്ന് ഞൊളച്ച് ചാടി ഉഷേമ്മയെ കണ്ടു കഴിഞ്ഞാൽ അവന് വേറെ ആരെയും വേണ്ട, അവൻ ഉഷേമ്മേനെ മാത്രം മതി. അതിപ്പോൾ എന്തു ചെയ്യാനാ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഉഷേമ്മയുടെ കയ്യിൽ നിന്നും അവൻ ചാടിപ്പോയി. ഏതെങ്കിലും കൊച്ചു പിള്ളേരെ കണ്ട അവൻ ഓടി നടക്കുന്ന അവനെ പിടിച്ച് ബലമായിട്ട് നിർത്തി ഫോട്ടോ എടുത്ത് ഫോട്ടോ കാണേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നാളെ അവൻ എന്തെങ്കിലും ചോദിക്കുമല്ലോ, കല്യാണത്തിന് എന്നാൽ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഞാൻ അന്ന് അതിനുള്ള മറുപടി അവന് കൊടുത്താൽ പോരെ. ഒന്നത്. പിന്നെ കിളിക്കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചു, കിടുവിനെ എടുത്തിട്ട് പോകാൻ നേരം കൈ വെച്ചില്ലെന്ന്. കിളിക്കുഞ്ഞിന് തന്നെ ഓടിപ്പാനുള്ള പ്രായമായിട്ടില്ല. ഇല്ല, അവൻ എപ്പോഴും ഇറങ്ങി ഓടിയിട്ടാണ്. അതിന് അറിഞ്ഞൂടാ. അതിനാകെ കുപ്പിപ്പാലും അത് നോക്കിയപ്പോൾ തിളങ്ങുന്ന കുറേ സാധനവും അവൻ അതും പിച്ചി പറിച്ചുകൊണ്ടിരുന്നു. കിടു ഇരിക്കത്തില്ല. പിന്നെ കാണാം നമ്മള് വീട്ടിലേക്ക് പോരുമല്ലേ? ആ ഞങ്ങൾ അങ്ങോട്ടല്ലേ പോന്നേ. അണ്ണാണിയല്ല തിരിച്ചു അങ്ങോട്ടും പോന്നു, നീ വീട്ടിലേക്കും വരുക. അപ്പൊ അതെങ്ങനെ? കിളിക്കുഞ്ഞിനെ നമ്മൾ തീരുമാനിക്കുന്നതാണ് അവന്റെ ജീവിതം. കിടുവിന്റെ അച്ഛനും അമ്മയും കൂടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവരാരും ഇങ്ങോട്ട് വന്നില്ല, അത് ആ വഴിക്ക് പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, സ്ഥിരം വീഡിയോ കാണുന്ന അങ്ങനെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അത് നമ്മുടെ ഒരു വലിയ ദിവസം മറ്റൊരാൾ എന്ത് വിചാരിക്കുമെന്നും പറഞ്ഞിട്ട് അയ്യോ ആൾക്കാർ ഇനി പറയുമോ ഞാൻ കിടുവിനെ എടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് പൊക്കി പിടിച്ച് അതിനെ ഞെക്കി പിടിച്ച് കരയിക്കേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല. അതിന്റെ ആവശ്യമില്ല. തിരക്ക് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം ഞാന് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വന്നു, എല്ലാരെയും ഒന്നും പലരെയും കണ്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചടാ നീ വന്നില്ലേ? അതാണ് കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ലെന്ന് വേണ്ടി രണ്ടാമത് വിളിക്കാം. ഞാൻ പറഞ്ഞു കുഞ്ഞ് ആ ആളല്ലേ ഇപ്പൊ നിന്ന് നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തു. പക്ഷേ എനിക്കറിയില്ല, ഓർമ്മത്തില്ല. നമ്മൾ ഈ തിരക്കിനിടയിൽ ആരൊക്കെ വന്നു അറിയില്ല. പിന്നെ വന്ന കൂട്ടുകാരോടാണെങ്കിലും ജസ്റ്റ് എടാ ഹായ് എടാ ഇവിടെ ഉണ്ടെന്ന് പറയാന്നല്ലാതെ നമുക്ക് അവരുടെ അടുത്ത് പോയി സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ല. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നു. നമുക്ക് എല്ലാവരും ഒരു കണ്ട പോലെ ഒരു ഫീൽ ഉണ്ട്. പരമാവധി നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ആ തിരക്കിനിടയിൽ അങ്ങനെ നടക്കൂലേ എല്ലാവരും നമുക്ക് ഈ പറഞ്ഞ പോലെ. നിങ്ങൾ ഓർത്താൽ മതി, ആ വന്ന ഓൺലൈൻ മീഡിയക്കാർ നിന്ന് നമ്മളെടുത്ത് നന്ദിയും പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഫംഗ്ഷന് ഞങ്ങൾ എല്ലായിടത്തും ചെല്ലുന്നുണ്ടെങ്കിൽ ആട്ടി പായിക്കുക ചെയ്യാറ്. പക്ഷെ നിങ്ങൾ നമുക്ക് ഭക്ഷണം തന്ന് നമുക്ക് നല്ല വിളിച്ച ആൾക്കാരെ പോലെ നമ്മളവരെ പരമാവധി അവരെ അറ്റൻഡ് ചെയ്തിട്ടാണ് വിട്ടത്. ഈ ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നന്ദിയും പറഞ്ഞിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓർത്തോണം പരമാവധി നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരെ അറ്റൻഡ് ചെയ്തതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അന്ന് രാവിലെ തൊട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അമ്മ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് പോയ പോക്കാം ഫുഡ് കൊണ്ടുതരാമെന്ന്. പക്ഷെ അവളുടെ തിരക്കുകൊണ്ട് അമ്മയുടെ കാര്യം ഓർത്തോണേ, അവളുടെ തിരക്കുകൊണ്ട് അവൾക്കത് പറ്റിയില്ല. രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, സെക്കൻഡ്സ് ആയിട്ട് ചേഞ്ചായി, എന്നെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെയാണ് ഓർക്കുന്നത് എപ്പിലെപ്സിൻ്റെ മരുന്ന് കഴിക്കുന്നില്ല, അതും കഴിച്ചിട്ടില്ല. പിന്നെ കണ്ണാപ്പിനെ വിട്ട് റൂമിൽ നിന്ന് മരുന്നെടുപ്പിച്ച് കുഞ്ഞാവെ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോയി വിളിച്ചോണ്ട് പോയിട്ടാണ് എനിക്ക് മരുന്ന് തരുന്നത്. അത് എന്തൊക്കെയാണ് കാണിച്ച ദൈവമേ. അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫർ പിടിച്ച് നിർത്തുമ്പോൾ നിൽക്കൂല. 5-10 മിനിറ്റിക്കുള്ളിൽ അടങ്ങി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുമല്ല. പിന്നെ പിടിച്ച് അവരിങ്ങോട്ട് കാല് പിടിച്ചാൽ നിർത്തുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള ഒരു ചിരിയും ഇതൊക്കെ. കല്യാണ വീഡിയോ നമ്മുടെ ഫോണിൽ എടുക്കാൻ കിച്ചുവിന് പറ്റൂലായിരുന്നു. കാരണം ഇടയ്ക്ക് മുണ്ട് മേടിക്കാൻ പോന്നു, അത് മേടിക്കാൻ പോന്നു, എന്തൊക്കെയോ അണ്ണാണെങ്കിൽ രാവിലെ കറുത്തോർത്ത് കൊടുത്തോണ്ട് ഹോട്ടലിൽ കൂടെ നടന്നു എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ അവൻ്റെ കാര്യം. അവസാനം കിച്ചുവിനോട് ചൂടായിട്ട് പറഞ്ഞു, നീ നിന്റെ കാര്യം അങ്ങ് നോക്കാൻ, നീ ഒന്ന് റെഡി ആയിട്ട് സമയത്ത് ഇറങ്ങാൻ പറഞ്ഞു എന്നൊക്കെ പറയും. നമുക്ക് അറിഞ്ഞൂടെ ഇവരായി അവരുടെ പാടായി. പിന്നെന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നല്ലോ, കണ്ണൂരമ്മൂൻ്റെ കാര്യം. പല ചാനലിലും പല ഓൺലൈൻ മീഡിയയിലും ഞാൻ കണ്ടൊരു കാര്യമാണ്, അമ്മു ക്യാമറ സ്പേസിന് വേണ്ടി എന്തോ ചെയ്യുന്നു, അമ്മു എന്താണ് ഓവറാകുന്നു, എവിടെ നോക്കിയാലും അമ്മുള്ള അങ്ങനെ ഇങ്ങനെയാണ്. വേറെ ആരെ പറഞ്ഞാലും കണ്ണൂരമ്മൂനെ ഇക്കാര്യത്തിൽ പറഞ്ഞാൽ മറ്റേ അമ്മൂൻ്റെ കാര്യം കൂടെ നോക്കേ, കണ്ണൂരമ്മൂനെ നിങ്ങൾ പറയാൻ യാതൊരു അവകാശമില്ല. കാരണം ഓരോ കാര്യത്തിൽ എത്ര ഡെഡിക്കേഷനോട് കൂടിയാണ് അവൾ ഓടുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ മറന്ന് പല കാര്യം ലാസ്റ്റ് അവൾ റെഡിയാവുന്ന ഏറ്റവും ലാസ്റ്റാണ്. അവസാനം ഇവളുടെ അവളില്ലെങ്കിൽ ആ ഒരു കാര്യം അന്നേരം നടത്താൻ ആളില്ല. കണ്ടറിഞ്ഞ് ചെയ്യാൻ ഒരു വ്യക്തി ഇല്ല. ഇന്ന സാധനം മറന്നു ചേച്ചി, അതല്ലേ വേണ്ട ഇതല്ലേ വേണ്ട. അവസാനം ഉടുത്ത സാരി എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി സൂര്യേഷനില്ല സൂര്യാമ്മയുടെ മുന്നിൽ ചെന്ന് സൂര്യാമ്മ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തുണി ഉടുപ്പിച്ചു വിടാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെ പിൻ ചെയ്ത് കൊടുത്ത് വിട്ടെ. അതിനിടയ്ക്ക് സ്റ്റെപ്പിൽ വീണു എന്തെല്ലാം സംഭവിച്ചെന്നറിയാമോ. അതങ്ങനെയാണ്. കാരണം അവൾക്ക് കുഞ്ഞാവയുടെ കല്യാണം എന്ന് പറയുന്നതാണ് അവളുടെ ജീവിതത്തിലൊരു വലിയ ആഗ്രഹം. അത് ശരിക്കും പറഞ്ഞാൽ നടത്തിച്ചത് അത്ര ആക്കി തന്നത് അവളാണ്. ഹൽദിയുടെ ദിവസമൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതെല്ലാം കൃത്യം. ക്യാമറാമാൻ്റെ കാര്യം,
വീഡിയോ എന്തിയോ ഫോട്ടോ എന്തിയോ ഞാൻ ഇതുവരെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. അവര് ഇപ്പൊ ഇവിടെ ആണ്ടല്ലൂർക്കാവിലെ തിരക്കിനിടയിൽ ക്യാമറമാന്മാരെല്ലാം അവിടെയാ. എന്നിട്ട് പോലും പാതിരാത്രി വരെ പിടിച്ചിരുത്തി ഈ കണ്ട കല്യാണത്തിന്റെ 2 പാർട്ട് വീഡിയോസ്, ഇപ്പൊ ഹൽദിയുടെ വീഡിയോ ശരിയാവുന്നുണ്ട്. ഇതെല്ലാം അവരെ കൊണ്ട് സമയത്ത് ചെയ്യിപ്പിച്ച് എനിക്ക് കാണാൻ സമയം കിട്ടില്ലെന്ന് ഓർത്തത് അവളും കണ്ട്. അത് അത്രയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത് പറഞ്ഞ ചിലടത്തൊക്കെ അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എന്തിനാണ് അവൾക്ക് ക്യാമറ സ്പേസിന്റെ എന്താവശ്യമാണ്? അവൾക്ക് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അതൊന്നും അവളോട് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കല് നിർത്ത്, നീ ഓട്ടപ്പാച്ചില് നിർത്ത്. അങ്ങനെ എത്ര തവണ പറഞ്ഞെന്നറിയാം, അത് കേൾക്കണ്ടേ? അത് കേൾക്കൂല. അത് മാത്രമോ എന്തെങ്കിലും ഒരു ആ സമയത്തൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പൈസ കൊടുക്കേണ്ട സംഭവം ഉണ്ടെങ്കിൽ അവളുടെ കയ്യിലില്ല. നമ്മളെ അതിനിടയ്ക്ക് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്ത് അവൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് റോൾ ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നീട് അത് പറയുള്ളൂ, നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്ത്. അതിനിടയ്ക്ക് അവിടെ വേറെ എന്തൊക്കെ പ്രശ്നം. കല്യാണ വീടല്ലേ, 2 കൂട്ടർ കൂടുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നം അവിടെയുള്ള എല്ലാവരുടെയും പ്രശ്നം അമ്മ തന്നെ ഓടി നടന്ന് നമുക്ക് കാണും പറയാം. അവൾ പറയും ഒരു കാര്യം കൊണ്ട് ചേച്ചി ഞാൻ പിന്നെ പറയാം. ഇതല്ലാണ്ട് ഫോട്ടോയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് വിളിക്കുന്നത്. അതിനിടയ്ക്ക് കിളിക്കുഞ്ഞിൻ്റെ കാര്യം, കിളിക്കുഞ്ഞിൻ്റെ പാൽക്കുപ്പി കണ്ടില്ല, അതിനവിടെ കിടന്ന് തപ്പി എവിടേക്കൊക്കെ പോയി. പിന്നെ സൂര്യാമ്മയുടെ ഭർത്താവില്ലേ ഈശാൻ ചേട്ടൻ കുറേ നേരം അവനെ എടുത്തുകൊണ്ട് നടന്നു, കുറേ നേരം കൊണ്ടു നടന്നു പുള്ളി. ഇതെല്ലാം ചെയ്യണ്ടേ, ആള് വേണ്ടേ? കാരണം അതങ്ങനെയാണ്. പിന്നെ നമ്മുടെ അമ്മൂൻ്റെ കാര്യം, ഞാൻ അമ്മൂൻ്റെ ചിരി കണ്ടാലറിയാം ഞാൻ അമ്മൂനെ പരിഗണിക്കുന്നില്ല. ഇതെന്താ വിചാരിക്കുന്നത്? കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഒരൊക്കത്ത് നമ്മുടെ ഇവിടുത്തെ അമ്മൂനെയും മറ്റേ ഒക്കത്ത് കിടുവിനെ എടുത്ത് വെച്ചോണ്ട് അങ്ങനെ അങ്ങ് നിന്നിട്ട് തായി കഴുത്ത് കാണിച്ചു കൊടുത്തായിരുന്നു. സംഭവം ശരിയായിട്ടുണ്ടായിരുന്നു. ചാനൽ തുടങ്ങി തന്നത് അവളാണ്, അതുകൊണ്ട് അവളെ ഞാൻ പരിഗണിച്ചില്ല. ഇതില്ലെങ്കിൽ അവക്കോ വീട്ടുകാർക്കോ അല്ലെ ഞങ്ങൾക്കോ ഇല്ലാത്ത പ്രശ്നം എങ്ങനെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാവോ എന്ന് ആലോചിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദീർഘശ്വാസം, ഒരു സുഖവും കാണാൻ. ഇന്നത്തെ പണി കഴിഞ്ഞു, ഇനി അടുത്ത ചാനലിലോട്ട് പോകും. അങ്ങനെയാണോ ഈ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനാണേൽ നെഗറ്റീവ് കമൻറ്റ് കാണല്ലേ എന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് സ്ക്രീൻഷോട്ട് അടിച്ചു. എൻ്റെ വാട്സപ്പിൻ്റെ പ്രശ്നം, ഞാൻ സ്ക്രീൻഷോട്ടിൽ എന്തയച്ചാലും ഓട്ടോമാറ്റിക്കായിട്ടത് ഗാലറിയിൽ വരും. എഡിറ്റ് ചെയ്യാൻ ഞാൻ ഗാലറി നോക്കുമ്പോൾ ഗാലറി നിറയെ നെഗറ്റീവ് കമൻറ്റ്. ഈ പറയുന്ന അതിനിടയ്ക്ക് പിന്നുള്ളത് പറയാൻ കൊള്ളൂല, അതുകൊണ്ട് ഞാൻ പറയുന്നു. മാത്രമല്ല ഞാനിപ്പോൾ ഈ കുടുംബത്തിലല്ല, ഞാൻ ഒന്നും പറയില്ല. ഞാൻ അറിയാം ചിലർക്ക് ഭയങ്കര അന്ധമായ വിശ്വാസമാണ്, പല വിശ്വാസം. നമുക്കത് അങ്ങനെയാണ്. ഈ കോട്ടിൻ്റെ അർത്ഥം പറയില്ലെന്നാണോ? മഞ്ഞം കട്ടി കളഞ്ഞു ഞാൻ പറയൂല. വേദനിപ്പിക്കുന്നില്ല, അത് തിരിച്ചും ഇങ്ങോട്ടും കൂടെ ഒന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. അത് ശരിയാ, പക്ഷെ അതിലൊരു കാര്യം വെച്ചാൽ നമ്മളവർ തമ്മിൽ വ്യത്യാസമല്ലേ ഉണ്ടായി പോകില്ല. ഓ അടുത്ത മോട്ടിവേഷൻ. പക്ഷെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അണ്ണാണിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തുടക്കം തൊട്ടുള്ള. അതോടെ ഞാൻ ഇത് ആഡ് ചെയ്യാം അല്ലേ ഈ വീഡിയോയില്. കൂടി അതിന് ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഡൗൺലോഡ് ഞാനും കൂടെ. ആദ്യം തൊട്ടുള്ള വീഡിയോസ്, കുഞ്ഞാവ ഇവിടെ വന്നത്, പിന്നെ കുഞ്ഞാവ് തിരിച്ചു പോയത്, പറമ്പിൽ പണി ചെയ്യുന്നത്, പണി അധികം ചെയ്യാത്തോണ്ട് കാണാനില്ല, പണി ചെയ്തത്, പിന്നെ കല്യാണം വരെയുള്ള മൊമെന്റ്, ഇങ്ങനെ ഓരോ വീഡിയോയിൽ നിന്ന് എടുത്തെടുത്ത് വീഡിയോ ആക്കി അണ്ണാണി ആരാ മുൻ കിട്ടിയ പാടെ അത് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തു. എനിക്ക് ഞാൻ കണ്ടിരുന്നു, ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തില്ല. പിന്നെ കിളിക്കുഞ്ഞിനെ കൊണ്ടുവന്നത് അതായിരുന്നു. അതെൻ്റെ അക്കയാ പറഞ്ഞു കേട്ടോ. അക്ക പറയുന്നുണ്ടായിരുന്നു, അക്കേൻ്റെ കൂട്ടുകൂടി കുറച്ച് പേരോട് പറഞ്ഞു കിളിക്കുഞ്ഞിനെ കല്യാണത്തിന് കൊണ്ടുവന്നത് ആളുകളുടെ അട്രാക്ഷൻ പിടിച്ച് പറ്റാനാണ്. അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ കല്യാണത്തിന് വരുമ്പോൾ കിളിക്കുഞ്ഞിനോട് പറയണം, മോനെ ചട്ടിയിൽ മീൻകറി ഇരിപ്പുണ്ട്, അപ്പുറത്ത് കാലത്തിൽ ചോറുണ്ട്, നീ വിളമ്പി കഴിച്ചിട്ട് കുപ്പിപ്പാലും കലക്കി നീ കുടിച്ചിട്ട് തന്നെ കിടന്നുറങ്ങി വാതിലടയ്ക്കാൻ മറക്കല്ലേ മോനെ എന്ന് പറയണം. എനിക്ക് മനസ്സിലായില്ല, അവനെ വീട്ടിൽ വെച്ചിട്ട് വരണമായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 700 പേരോളം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കണക്കും പ്രകാരം കല്യാണത്തിന്. ഈ 700 പേരും 700 പേരെ ഞാൻ കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണോ ഇവനെ മാത്രം എന്ന് പറയുന്ന കൊച്ചിനെ? ഒരു ലോജിക്കില്ലാത്ത തള്ളേനെ ഞാൻ. അയ്യോ, എൻ്റെ അക്കനെ പറ്റിയാണോ ഞാൻ ഈ പറയുന്നത്? ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലാവുന്നില്ല. അവനെ കൊണ്ടുവന്ന കാര്യമില്ല. ഇത് ഞാൻ പറയാൻ വന്നത് വേറെന്തോ ഓർത്തിട്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന അല്ല റീച്ചിന് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ടും വീഡിയോ ഇട്ട് കയറാനും വേണ്ടിയിട്ടാണ് കിളിക്കുഞ്ഞിനെ കൊണ്ടുവന്നത്. 4 ആളുകളുടെ പ്രീതി പിടിച്ചു വെച്ചാലൊക്കെയാണ്. അങ്ങനെയാണ് എൻ്റെ പൊന്ന് ഈ കമൻറ്റ് പറഞ്ഞവരെ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണ വീഡിയോ ഇപ്പോഴെങ്ങാണ്ടാണ് 3 ലക്ഷമോ 4 ലക്ഷമോ ആവുന്നത്. ഒരൊറ്റ വേറെ മീഡിയക്കാർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ 1, 2, 3 മില്യൺ അടിക്കേണ്ട വ്യൂവാ. 10-30 ലക്ഷം ആൾക്കാർ കാണേണ്ടതാണ്. അത് പൊക്കോട്ടേന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാനൊന്നും നമ്മളൊരു മീഡിയക്കാരോട് വേണ്ട എടുക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല.
ആര് പറഞ്ഞാലും അതേതായാലും വന്ന മീഡിയക്കാർ ഏതായാലും പറയില്ല. അവർക്കറിയാലോ നമ്മൾ അവരെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീട്ടിലോട്ട് വരണ്ട, വീട്ടിലുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ വരണ്ട. കാരണം ഇവിടെയുള്ളവരാരും അങ്ങനെ ശീലിച്ചവരല്ല. അങ്ങനെയാണ് ഈ കണ്ട പല ചടങ്ങുകളും നിങ്ങൾ കാണൂലായിരുന്നു. കാരണം ഓൺലൈൻ മീഡിയക്കാരുടെ വിളക്കടക്കം ഇടിച്ചു തള്ളിയിട്ടുണ്ട് തന്നെയാണ്. അതവരുടെ തെറ്റല്ല, അവരെല്ലാം എല്ലാവരും ഓരോ കണ്ടന്റ്. പക്ഷെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. മില്യൺ അടിച്ച ഏതോ വീഡിയോ ഉണ്ട്, കുറേ എത്ര ലക്ഷം വ്യൂ. എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കല്യാണ വീഡിയോക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും ഒരു മില്യൺ അടിച്ച് ആൾക്കാരുണ്ട്. ഞാൻ കാറിൽ വന്ന് ഇറങ്ങി കല്യാണത്തിന് അവിടെ പന്തലിൽ നിന്ന് ഞാൻ സ്റ്റേജിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു ചേച്ചി വന്നിറങ്ങിയത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നെ ഷോർട്സ് ഇങ്ങനെ കാണിച്ചു തന്നു. ഇറങ്ങി എല്ലാം വിറ്റായിട്ടിട്ടുണ്ട്. ഫുള്ളുണ്ട്. ചാച്ചൻ കിളിക്കുഞ്ഞിന്റെ അടുത്ത് കളിപ്പിക്കുന്നതിനിടയിൽ എടുത്തിട്ട് അത് വരെ ഇട്ടിട്ടുണ്ട്. അമ്മ കിളിക്കുഞ്ഞിനെ ചാച്ചനെടുത്ത്, ചാച്ചന് വലിയ കാര്യമാണ്. എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെയോ. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം സുലുവമ്മയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ രാവിലെ അങ്ങനെ കുറച്ചെടുത്ത് അമ്മ സ്റ്റാറ്റസ് ഇട്ട്. ഞാൻ പറഞ്ഞു കൊള്ളാം, അമ്മ എല്ലാ ചാനലുകാർക്കും റീച്ച് ഉണ്ടാക്കി കൊടുത്തോളാം. ദീപ്തി ടീച്ചറിനോട് അമ്മയ്ക്കുള്ള സ്നേഹം, അമ്മ എന്തോ എന്റെ താടിക്ക് പിടിക്കുന്നൊരു സീൻ. പിന്നെ എന്താണ് അളിയന് മോതിരം വിട്ട് നിതീഷ്. കുറച്ച് മീഡിയക്കാർക്ക് ഈ കുഞ്ഞാവ പേരറിയും, അവരെല്ലാം ദീപ്തി കുഞ്ഞാവ എന്നുള്ളത്, ബാക്കി എല്ലാവരും നിതീഷ് എന്നുള്ള പേരാണ്. ഇതിൽ പക്ഷെ എനിക്ക് മോതിരത്തെ കുഞ്ഞാവെന്ന് എഴുതുന്നായിരുന്നു. കുഞ്ഞി പറഞ്ഞിട്ടേ നിതീഷ. ഇതൊന്നും മറക്കരുത്. ഈ തലി നല്ലതല്ലേ? ഞാൻ പറഞ്ഞു ഇനി എല്ലാ കല്യാണത്തിനും ചെക്കന്മാരുടെ കഴുത്തിൽ ഒരു താലി കെട്ടി കൊടുക്കും ഇതുപോലെ. 4 പേര് കൂടുന്നിടത്ത് ഇതിങ്ങനെ പുറത്തിടണം, 4 പെണ്ണുങ്ങളൊക്കെ കൂടുന്നിടത്ത്. അത്രക്കെങ്ങ് നീ ഓപ്പൺ ആവണ്ടാന്ന്. എന്റെ ഒരു കൂട്ടുകാരൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചു വെക്കും, ഭാര്യയെ കാണുമ്പോ തിരിച്ചും വെക്കും. നിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം, അതില് കാര്യമുണ്ട്. ഇത്രയും തങ്കപ്പെട്ട എന്നെ കിട്ടിയില്ലേ മറ്റ് പറഞ്ഞ കാര്യമില്ല. ബിരിയാണി ഉണ്ടെങ്കിലും മറ്റേ അപ്പുറത്തെ പറമ്പിൽ കപ്പറിക്കാൻ പോകുന്ന കേസല്ലേ. പൊളിച്ചൊരിഞ്ഞ് എങ്ങോട്ട് പോവാ? എന്നോട് ചേട്ടൻ പറഞ്ഞായിരുന്നു കർണാടകയ്ക്ക് പോവാ എന്നൊക്കെ പറഞ്ഞു. രാവിലെ ഇവിടുന്ന് കർണാടക അത്രയ്ക്ക് എടുത്താന്നോ? ചുമ്മാല്ലേ എല്ലാരും അങ്ങ് പോവാ. ഞാൻ അപ്പുറത്തെ ടൗണിൽ വരെ പോയിട്ട് നമുക്കെന്നാ പോവാ എല്ലാവർക്കും കൂടെ എങ്ങോട്ടെങ്കിലും. നമുക്ക് എവിടെ ഈ വിന്റേജ് വണ്ടിയുടെ മ്യൂസിയം ഉള്ള എവിടെയാ? അവിടെ നമുക്ക് അവിടെ പോവാം. വിന്റേജ് കുറെ വണ്ടിയുടെ കളക്ഷൻ ഉണ്ട്, മ്യൂസിയം. അമ്മേനോട് ഇന്ന് രാവിലെ ചോദിച്ചു, മീൻകാരൻ വീട്ടിൽ വന്നിറങ്ങിയ വണ്ടി നമ്മുടെ സ്വന്തമാണ്. സന്തോഷമായിക്കോട്ടെ. നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, സുലോമേന്റെ സാരി അതിലും വലിയ കാര്യമാണോ? ഫുഡ് വിളമ്പുന്ന ആളുടെ കോസ്റ്റ്യൂം സുലോമയുടെ സാരി ഒരുപോലെ ഇരുന്നു. ഞാൻ പറഞ്ഞു പൊക്കോ അവരോട് പറഞ്ഞത് കൊണ്ടുപോകോളെ ഇതിനെ. ഫുഡിന്റെ ആൾക്കാര് അത് സാരിയുടെ കേസ് അതിലും വലിയ കോമഡിയായിരുന്നു. എവിടെയോ ഞാനും ഉണ്ടാണ് ഇവിടെ സാരി എടുക്കാൻ പോയപ്പോൾ ഒരു കോഫി ബ്രൗൺ സാരി ഞാനതിങ്ങനെ കണ്ടു, നോക്കിയപ്പോൾ 2000 എത്രയോ. ഞാനതങ്ങ് മാറ്റി വെച്ച്. അപ്പോൾ അണ്ണാണി തുള്ളിച്ചാടി വന്നിട്ട് ഈ സാരി മതി. അണ്ണാണി 2000 എത്ര അണ്ണാണി? ഇല്ല ഇത് നല്ല സാരി, ഇത് എടുത്താന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ആ സാരി എടുത്തിട്ട് പോയി. അമ്മയ്ക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ബ്ലൗസ് ഒച്ച ഉണ്ടാക്കാതിരിക്കണം കുറിപ്പേ. എന്ത് സന്തോഷം നിനക്ക് അതിൽ നിന്ന് കിട്ടിയത്? അല്ല ഇത് കേക്ക് കുഞ്ഞാ, ഇത് പറയട്ടെ. അല്ല എന്നിട്ട് ഈ സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതുകൊണ്ട് ബ്ലൗസ് തയ്ക്കാൻ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഹായ് എന്തൊരു സാരി എന്ന്. അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് മോളെ എന്ത് നല്ല സാരി ആയതെന്ന്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ആരാ നല്ലതെന്ന് പറഞ്ഞ് അത് തയ്ക്കുന്ന പുള്ളിക്കാരി പറഞ്ഞു നല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാരിയൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അച്ചാച്ചിയുടെ കണ്ണ് നോക്കിയപ്പോഴത്തേക്ക് രാവിലെ ഉഷമ്മയുടെ അവിടെ അമ്മ ഈ സാരി കൊടുത്തു കല്യാണത്തിനെന്ന്. കൊച്ചിൻ്റെ കല്യാണത്തിനാണോ കറുത്ത സാരി കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇത് എനിക്ക് കോള് വരുക. ഞാൻ ഫോൺ എടുത്തപ്പോഴേ പറഞ്ഞു എൻ്റെ അമ്മ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ദയവേത് എനിക്ക് ഇന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അച്ചാച്ചി പറഞ്ഞു ഈ സാരി കൊടുക്കണ്ട, അങ്ങനെ ഇങ്ങനെ ഇതാന്നെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ പോയി കല്യാണം കഴിക്കും, ഞാൻ വരുന്നില്ല, എനിക്ക് സാരിയില്ല. രണ്ടും കൂടെ അപ്പോൾ അയ്യോ എൻ്റെ ദൈവമേ, രണ്ടും കൂടെ രാവിലെ നുള്ളി പിച്ചി ഇത് തന്നെ പരിപാടി രണ്ടും കൂടെ. ഞാൻ പറഞ്ഞൊരു കാര്യം, രണ്ടുപേരും ഞാൻ ലൈവ് ഇട്ട് തരാം, അത് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ വന്നപ്പോൾ ഈ കോസ്റ്റ്യൂമാണ്. എന്ത് എവിടെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ അമ്മൂന്റെ സാരി ഉള്ളിലായിരുന്നു. അത്രയും നല്ല സാരിയോ? കണ്ണൂരമ്മല്ല നമ്മുടെ കണ്ണൂരമ്മ മലപ്പുറത്തെ അമ്മൂന്റെ സാരി നല്ല ഭംഗിയായിരുന്നല്ലോ. നല്ല രസമുണ്ടായിരുന്നു.
അവൻ നല്ല രസം പറയും. നമ്മളെടുക്കാം ഇവനെ ചൂസ് ചെയ്ത സാരി അല്ല, അത് നല്ല സാരിയാണ്. അവളെടുത്ത ഫോട്ടോസ് രണ്ടെണ്ണം ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ച് കാണിച്ചു. ഓ നല്ല സാരി മാത്രമല്ല ആ ബ്ലൗസ് പ്ലെയിൻ ആയിരുന്നു, വർക്ക് ചെയ്യിച്ചത് അതെ പ്ലെയിൻ ഇതായിരുന്നു. വർക്ക് ചെയ്താൽ നല്ല രസമുണ്ടാണ്. എല്ലാം കൊണ്ടും അവളെ അങ്ങനത്തെ ലുക്കിൽ ആരും കണ്ടിട്ടില്ലല്ലോ. പിന്നെ അതോ കുറച്ച് പേരിങ്ങനെ പറയാ ഒന്നും കിട്ടി കാണൂല. ഒന്നാമത്തെ കാര്യം എന്നെ ഒരുക്കിയത് നല്ല ഭംഗിക്കായിരുന്നു. അപ്പൊ എന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം അത് ഇനി കല്യാണം കഴിക്കുന്ന പിള്ളേരോടൊക്കെ ഒരു കാര്യം പറയാം. നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മുന്നിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇത്രയും മേക്കപ്പ് ചെയ്യുന്ന അവർക്കറിയാം ഏത് രൂപത്തിലാണ് നിങ്ങളെ കണ്ടാൽ ഭംഗിയാവുന്നതെന്നുള്ളത്. കൂടുതൽ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. ഒരു അഭിപ്രായം പറയാതിരുന്നാണ്ടല്ലോ നല്ല വൃത്തിക്ക് നമ്മുടെ നാച്ചുറൽ നമ്മളെ നമ്മളായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ തന്നെ ചിലരുടെ പ്രശ്നം എന്നറിയാമോ, മൂക്ക് പതുങ്ങിപ്പോയി നീണ്ട മൂക്കാക്കാവോ ചോദിക്കും, വേറെ ഫോട്ടോസൊക്കെ കാണിച്ചു തരും. എല്ലാം അവർ പറയുന്ന പോലെ ചെയ്തു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും പറയുമോ, വേറെന്തോ കോലമായിപ്പോ. എന്നിട്ട് കുറ്റം മൊത്തം വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. സംഭവം എന്ന് വെച്ചാൽ മുതൽവൻ എന്ന് പറഞ്ഞൊരു സിനിമയില് അവന്റെ അച്ഛൻ പടം വരയ്ക്കുന്ന ഇവനോട് ചോദിക്കും എങ്ങനത്തെ പെണ്ണിനെ വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ അവനിങ്ങനെ ഓരോന്ന് പറയും, മീനിന്റെ കണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ ആയിരിക്കും ഇതിങ്ങനെ അഭിപ്രായം പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരു അവസ്ഥ. ഓരോന്ന് ഓരോരുത്തരുടെ എടുക്കുമ്പോൾ പല ഷേപ്പായി പോകും. മുടി ചെയ്യുന്ന ശ്രുതി മമ്മിക്കും അതെ എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ. എന്നിട്ട് അവർ പറയുകയും ചെയ്തു എല്ലാ ക്ലയന്റും ഇങ്ങനെയായിരുന്നു, എന്ത് സ്വസ്ഥമായിട്ട്. ആദ്യം നമ്മൾ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഉച്ചയോട് അടുപ്പിച്ചിട്ടുള്ള മുഹൂർത്തമാണ്. കാരണം വെളുപ്പിനെ മേക്കപ്പ് ആർട്ടിസ്റ്റും കല്യാണത്തിലുള്ളവർ എണീറ്റിരുന്ന് ഒരുങ്ങി 3 മണിക്കൊക്കെ മേക്കപ്പ് തുടങ്ങുന്നവരുണ്ട്. ഇതെന്താന്ന് 8 മണിയായിട്ട് എന്നെ കണ്ടില്ല. അപ്പൊ വിളിച്ചു, ഞാൻ തുള്ളിച്ചാടി അതുവഴി ഓരോ കാര്യങ്ങൾ എന്തൊക്കെയോ തപ്പിക്കൊണ്ടൊക്കെ നടക്കുക. 9 മണി എങ്ങാണ്ടായി മേക്കപ്പ് തുടങ്ങുമ്പോൾ. അതിനിടയ്ക്ക് എനിക്ക് ഫോൺ വരുന്നു, അതായത് പിന്നെ എല്ലാം സൈലന്റ് ആക്കിയൊക്കെ വെച്ച്. പക്ഷെ കറക്റ്റ് ടൈമിൽ ഞാൻ 9 മണിക്ക് പോകാൻ കാരണമുണ്ട്. അതിന് തൊട്ട് മുന്നേ ഞാൻ ഇഷാൻ ചേട്ടനെ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വർക്ക് കഴിഞ്ഞാലേ സൂര്യ കഴിക്കുള്ളൂ എന്ന്. അപ്പം ഞാൻ വെച്ചിട്ട് ഞാൻ ഇനി ലേറ്റ് ആയാൽ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ അതുവഴി നൈറ്റ് ഇട്ടുകൊണ്ട് ഓടുക. ഹോട്ടൽ വഴി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ താഴെയും വെള്ളം എല്ലാം നൈറ്റ് ഇട്ടുകൊണ്ട് നടക്കുക. പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് ചെന്ന് സമയത്ത് മേക്കപ്പ് ഒക്കെ തീർന്നു. പിന്നെ ക്യാമറയുടെ ആൾക്കാർ വിടൂല സമയത്തിന്, അതാണൊരു പ്രശ്നം. സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറയും ഇനി എടുക്കുന്നു, ഇത് നേരെ തിരിച്ചാ. ഇവര് പറയാ എടുക്കട്ടെ അമ്മൂനെ പേടിച്ചിട്ടാ. ഇല്ല കിട്ടില്ല അമ്മ ശരിയാക്കുവരെ. ക്യാമറമാൻ നമ്മുടെ അമ്മൂന്റെ ഫ്രണ്ടാണ്. അവളുടെ കുറെ നാളും പരിചയമുള്ള ഫ്രണ്ടാ ഹേമന്ത് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് നന്നായിട്ട് ചെയ്തു വർക്ക്. അറിയില്ല അമ്മു ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്, നമ്മളും വിളിക്കുന്നു. അതങ്ങനെയാ. നമ്മളെക്കാളും എന്താ പറയാ ഡെഡിക്കേറ്റഡ് ആയിരുന്നു അവര്. അവര് ഓടിച്ചിട്ട് നിക്കി കാല് പിടിച്ചിട്ടൊക്കെ. ഇടയ്ക്ക് പുള്ളി വേറൊരു പുള്ളി കൂട്ടത്തിലുള്ള ദേഷ്യം വന്നു. എന്താ പേര് വന്നു മൂപ്പര്. നമ്മള് നിന്ന് കൊടുക്കാത്തോണ്ട് അവർക്ക് ആ ദേഷ്യം. സാധാരണ നേരെ തിരിച്ചാണല്ലോ, ഇവർ എടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നമുക്ക് വരേണ്ടത്. അടുത്തിട്ടോ എന്തെന്ന് പറയാൻ വല്ലതും ഉണ്ടോ? ഒരു കൊള്ളപ്പെടുത്തിട്ട് ഞാൻ അത് പറയട്ടെ. കുടുംബിനി 10 മണിക്കാർക്ക് രാവിലെ 10 മണിക്ക് മുന്നേ ഭക്ഷണം ഉണ്ടാക്കും ഇവിടുത്തെ അമ്മ. പണിക്കാരുള്ള സമയത്ത് ആ അമ്മയെ സഹായിക്കാൻ ഞാൻ ഇന്നലെ അടുക്കള കയറിട്ട് 3:45 ഇവിടെ കറിയായിട്ടില്ല, രാവിലത്തെ ആയിട്ടില്ല, ചോറുമായിട്ടില്ല. അയ്യോ ഞാനും എന്തൊക്കെ ഒന്നാമത്തെ കാര്യം പറയാം. അമ്മയ്ക്ക് ആ വീട്ടിലെ എളുപ്പമാണ്. ഇവിടുത്തെ അടുക്കളയിൽ ഇപ്പോഴാണ് ഫുഡ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ തപ്പുന്നേ. എനിക്കും അടുക്കള മാറി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നേ എന്താ തപ്പുന്നേന്ന് അറിയത്തില്ല. അവസാനം ഞാൻ ഉഷയമ്മ വന്നു ഉഷയമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഉഷയമ്മ അവിടെ നിന്ന് വന്നു. നൈസായിട്ട് ഞാൻ ഉഷയമ്മേനെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഞാൻ മുങ്ങി. ഒക്കെ വയ്യായിരുന്നടാ, ഉറങ്ങി നല്ലോണം സുഖമായില്ല. വീട്ടിൽ വന്ന് കയറുമ്പോ ഞങ്ങൾക്ക് തരാനെന്ന് പറഞ്ഞ 5-6 കരിക്കുമാര് പറ്റിയായിരുന്നു. കിട്ടിയില്ല, തല്ലുള്ള തേങ്ങയും കിട്ടിയില്ല. കരിക്കവിടെ ആരോ കുടിച്ചിട്ടുണ്ട്. എന്തായാലും തൊണ്ടൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മള് വീട്ടിൽ വന്ന് കയറുമ്പോ കൊടുക്കാനാന്നല്ലേ പറഞ്ഞു, നമുക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവര് കൊടുത്തു പരസ്പരം. പിന്നെ ഞങ്ങളുടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഞങ്ങളുടെ മണിയറ അതൊരു മുസാരിസ് ബിനാലെ ആയിരുന്നു. അപ്പൊ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തോണ്ട് കാണിക്കാതെ. നല്ല അടിപൊളിയായിരുന്നു സംഭവം. പക്ഷെ അതൊക്കെ കാണിക്കുന്ന തീരെ മോശം പരിപാടിയാണെന്നുള്ളത് തോന്നൽ കൊണ്ടാണ് കാണിക്കാത്തത്. രസമുണ്ട്. എന്താ മറ്റേ
ഏതോ ഒരു പള്ളിപ്പറമ്പിൽ നിന്ന ഫീല്, ഉത്സവപ്പറമ്പിൽ നിന്ന പോലെ ഉണ്ട്. ഫാനിട്ട് ഓർമ്മയുണ്ടോ? കുറച്ച് പൂക്കൾ ഇലകളൊക്കെ താഴെ രണ്ട് വെലോടും കുറച്ച് പോവും. ഞാൻ മേളിലോട്ട് നോക്കിയില്ല, ഞാൻ ചെന്ന പാടെ സ്വിച്ച് കിട്ടും. വരുന്നമ്മേ, ഏയ് ഞാൻ വെച്ച മൊരുകറി ഉണ്ടല്ലോ, കഴിക്കണം. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഒരു മണിയറ സെറ്റാക്കി ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളോട് ചെയ്യണ്ടെന്നല്ല, സാധാരണ ചെയ്യാൻ നേരത്ത് മരനോട് ഇങ്ങനെ പറഞ്ഞില്ലടാ ഞങ്ങൾ സെറ്റാക്കുന്നുണ്ട്, സാധനം മേടിക്കാൻ പൈസ വേണം, ഇതൊന്നും ഇവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞ് കണ്ണാപ്പിണ്ട് പാതിരാത്രി കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുന്നു. അതില് രസം കൊണ്ടുവന്നിട്ട് കൊണ്ട് ഫ്രീസറിലൊക്കെ വെച്ച്, ഫ്രീസറിൽ വെച്ച് മറ്റേ ആപ്പിളൊക്കെ കരിങ്കല്ല് പോലെ കഴിക്കാതിരിക്കാൻ വേണ്ടി അകത്ത് കുഞ്ഞു കുഞ്ഞു ഐസ് പീസുകൾ പോലെ. എന്നിട്ട് കിച്ചു വന്നൊരു ഉപദേശവും, ഇതൊന്നും കഴിക്കില്ല, ഇതെല്ലാം കാണാൻ വെച്ചേക്കുന്ന, രാവിലെ പുറത്തുകൊണ്ട് തരണമെന്ന്. ഒരു കഴിക്കാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടയൊക്കെ വെച്ച്. ശരിയാരും ബിനാല പോലെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ അതുപോലെ എൻ്റെ കൂട്ടുകാരന്മാരും കണ്ണൻ, അച്ചു, അനിയന്മാർ പോകും. അവന്മാർ കുറേ കഷ്ടപ്പെട്ട് ഓടി. പേര് അമ്മന്റെ കൂട്ടത്തിൽ ഓടിയത് രണ്ടുപേരൂടെ, ഒന്ന് അച്ചു, കണ്ണൻ. കൂട്ടുകാരന്മാർ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയണം, അതുകൊണ്ട് പറയുന്നത്. കണ്ണാപ്പി ഓടിച്ചതായിരുന്നു രസം. തലേന്ന് കണ്ണാപ്പി ഭയങ്കര തിരക്ക്, കാരണം അവിടെ വീട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം വെറുതെ ഇരുന്ന് എന്നെ വിളിച്ച് കണ്ണാപ്പി വെച്ച്, ചേച്ചി ഇനി എന്തെങ്കിലും വേണമെന്ന്. ഞാൻ മഞ്ഞാടാ ചോദിച്ചാൽ തരുമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഞാൻ മഞ്ഞാടെ ഒരു എല്ലപ്പൊതി വേണമെന്ന് അർദ്ധരാത്രിക്ക്. പിന്നെ എല്ലപ്പൊതി എന്നല്ല പറഞ്ഞോളൂ, എനിക്ക് മറ്റേ പേപ്പർ വാഴയിലിൽ എനിക്ക് കൊണ്ടുവന്ന് ഹോട്ടലിൽ എത്തിച്ചു തന്നു. അച്ചു ആണെങ്കിൽ തോളത്ത് വലിയൊരു ബാഗ് ഇട്ടിട്ടാ ടൗണിലേക്ക് പോവുക. ഇവിടുന്ന് ഇറങ്ങിയ അവിടെ വെളി നടന്നു, അച്ചു ഇന്ന സാധനം മേടിക്കണം, ഇത് മേടിക്കണം, അത് മേടിക്കണം. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി അവൾക്ക് സിന്ദൂരം വേണം. പാവം ഓടി എവിടെ നിന്നൊക്കെയോ ചേച്ചിന്റെ വീട്. അത് കല്യാണം കഴിഞ്ഞതിന്റെ രാത്രി സിന്ദൂരം തലയും ഇതും എല്ലാം കൂടെ സ്പ്രേ അടിച്ചു വെച്ചേക്കല്ലേ. ഷാമ്പു 3 മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ ബാഗ് ഹോട്ടലിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ. അച്ചും കിച്ചും കൂടെ പോയി ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് വരാം. ഞാൻ ഇരിക്കുക, സാധനം എത്തുന്നില്ല. രണ്ടും കൂടെ 5 മിനിറ്റ് ഷാമ്പു ഇട്ട് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മൊത്തം പോകൂലേ. എന്താ സംഭവം എന്ന് വെച്ചാല് അച്ചു ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ ഒരു ലിസ്റ്റ് അങ്ങ് കൊടുക്കും. പിന്നെ പോകുന്ന വഴിക്കെല്ലാം വിളിച്ച് ലിസ്റ്റ് പറയല, എടാ അച്ചു ഇത് മേടിക്കണം, അത് മേടിക്കണം. ഇവൻ ഇതെല്ലാം മേടിച്ച് വരണ്ടേ. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴായിരിക്കും അടുത്ത സാധനം വേണമെന്ന് പറഞ്ഞ് വിളി ചെല്ലുന്നത്. എന്നാ പറയണ്ടേ, വരുമ്പോ താമസിക്കും ചേച്ചി. ഇത് എന്റെ സാധനം ഒന്നും വരുന്നുമില്ല. ഞാൻ ഇരുന്നിരുന്നിരുന്ന് അന്നേ ഞാൻ തീരുമാനിച്ചു, അച്ചുവിന്റെയും കിച്ചുവിന്റെയും കല്യാണം വരുമല്ലോ, പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിട്ടാലും ഞാൻ 3 മണിക്കൂർ വരെ ലേറ്റ് ആക്കി. ഞാനവിടെ പെട്ടിക്കാത്ത സാധനം എല്ലാം പിന്നെ ഞാൻ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് കൊണ്ടുവരും, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ വേറൊരാളെ കൊണ്ടുവന്നു. വാൻ വിളിച്ച് കുറെ എണ്ണത്തിന് വാൻ പറ്റൂല. ഇവന്റെ കല്യാണത്തിന് പഴയ രീതിയായിരിക്കും സ്വയംവരം. സ്വയംവരം പണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ആണുങ്ങളെ തെരഞ്ഞെടുക്കാൻ, ഇത് നേരെ തിരിച്ചു. ഇവനിങ്ങനെ നിരത്തി നിർത്തും. എന്നിട്ട് നീളൊരു മാല കഴുത്തിന്ന് കയറി അവിടെ വരെ എത്തുന്ന പോലെ ഒരു മാല കറക്കി കറക്കി ഒറ്റ വിഭജനമല്ല, ഏതിന് വന്ന് വീഴുന്നോ അതിന് കിട്ടും. എനിക്ക് തോന്നുന്നില്ല വലിയ മാല ഇവൻ എറിയുമ്പോ ഒരു 5-6 വേണ്ടേ. ഹലോ എങ്ങോടാ അമ്മ ഇന്ന് കുളിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചിമ്പൻ ഇന്നലെ വരിട്ടിട്ട് ചിമ്പ്രോ ഇവനെ ചൊറിഞ്ഞു പോയ പിരിവ് വിടൂല. കൂടെ നേരത്തെ രോഗം നിന്റെ മേത്ത് എങ്ങനെ വന്നു? എങ്ങനെ അച്ഛനാവാൻ പോയിട്ട് എന്തുകൊണ്ട് 2ാമത്തെ തവണ ഇവൻ അച്ഛനാവാൻ? ഓ 3rd ടൈം ബിഗ് ഫാദർ. ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല ഇന്നലെ രാത്രി ചിമ്മനിടയ്ക്ക് കട്ടലേക്ക് ഇറങ്ങും നോക്കൂട്ടോ. ആ രഹസ്യം ചിമ്പ്രന്നെല്ലാം കിടന്നപ്പോ ഇങ്ങനെ കുറെ നേരം അവിടെ നിന്നിട്ട് 2 കാലത്ത് കട്ടിൽ മണ്ടലും വെച്ചു. പക്ഷെ തലയ്ക്ക് വെളിവില്ലാത്തത് പാക്കറില്ല. ഒരു വെളിവില്ല. അവൻ എന്താ കാണിക്കുന്നത്? അവൻ അല്ലേ പിന്നെ ഇഡലി കൊണ്ട് ഒളിപ്പിച്ചു നോക്കുവോ? ഇഡലി കൊണ്ട് വെച്ചേക്ക് 2 ദിവസം കഴിഞ്ഞ് തിന്നാൻ ഒളിപ്പിക്കാൻ കൊണ്ടുപോയി പോകാം. അതുകൊണ്ടാ എന്നാ മുട്ടേന്റെ ഷേപ്പുള്ള ഇഡലി കൊണ്ടുപോയതാ. അതും വെളുത്തിരിക്കുന്നു. വളയിട്ട് മുട്ട സ്കിൻ അടിപൊളിയാണ്. ചോറ് കൊടുക്കട്ടെ? ഞാൻ ചോറ് കൊടുക്കട്ടെ? രാവിലത്തെ ഇഡ്ഡലി 12:30. നിന്നോട് രാവിലെ റേഷൻ കട രാവിലെ സ്നേഹത്തോടെയൊക്കെ വരുന്നു. നീ ചെങ്ങോട്ടാ റേഷൻ കട? ഇന്നലെ എങ്ങും പോയില്ല. അവൻ മണ്ണിന്റെ അകത്ത് കിടന്നു കുളിക്കും. എനിക്ക് റെസ്റ്റ് എടുക്കണം. ശരീരത്തിൽ ചെള്ളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണ്ണിൽ കുളിച്ചുമ്പോൾ നമ്മൾ പോകും. ഫോട്ടോൺ മേടിച്ചടിക്കാം. അയ്യോ മൈലാഞ്ചിന്റെ അവസ്ഥ നോക്കിയേ.
ഇനി ഞാൻ പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് വയ്യ. നമ്മൾ സന്തോഷമയമായ കുറേ സംഭവങ്ങളൊക്കെ വീഡിയോയിലുണ്ട്, അതൊക്കെ എടുത്തിട്ട്. പക്ഷെ ഇത്രയൊന്നും പറഞ്ഞിട്ട് പോകാൻ തോന്നും. പിന്നെയും കാരണം 2 ദിവസം ഞാൻ തന്നെയായിരുന്നു തോന്നുന്നു വീഡിയോയിൽ മൊത്തം. എവിടെ നോക്കി യൂട്യൂബ് തുറക്കാൻ തോന്നുന്നില്ല, സ്വന്തം തല കണ്ട് മടുത്തു. മറ്റേ നേരെ മറിച്ച് നമ്മുടെ ചാനലായതുകൊണ്ട് നമുക്ക് റെക്കമെൻഡേഷൻ വരുമല്ലോ നമ്മുടെ തല. ഇത് ഫുള്ള് ഇത് തന്നെ. ഇടയ്ക്ക് കിച്ചുവിൻ്റെ വരുന്നുണ്ടായിരുന്നു. കിച്ചുവിന് ദീപ്തി അനിയന് കൊടുത്ത സമ്മാനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അതെന്താ നിങ്ങൾ കാണാൻ? ഞങ്ങൾ 2 കൂടിയല്ലേ കൊടുത്തത്, അതെന്താ കാണാൻ? ഇനിയിപ്പോൾ സ്ഥിരം പ്രതീക്ഷിക്കുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത് താടിയൊക്കെ നരച്ചു തുടങ്ങി. ഇത് തല കാണുന്നൊക്കെ എത്ര ഇത് ഭയങ്കര ഭാഗ്യമാകുന്നു. അച്ചാച്ചി അപ്പൊ ഏറ്റവും വലിയ ഭാഗ്യവാൻ. താടി ഞങ്ങളിപ്പോ ഒരാഴ്ച നമ്മളെന്താ പോകുന്നത് തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറയണേ ഇവിടുത്തെ പരിപാടി വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങ് പോവാം. പിന്നെ പെട്ടെന്ന് ഓരോ നടക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവര് വീട്ടുകാരെല്ലാം ഇവിടെ കൂടുതൽ ആഘോഷം ഉണ്ടെന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. എടാ പിരിവിരിപ്പുള്ളവനെ കിച്ചുവിന്. പക്ഷേ ഇത് ആദ്യം അനുഭവമായി കേട്ടോ. ഈ കുടുംബക്കാരെല്ലാം കൂടി അവൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിലും അവൻ കാണുന്ന കാഴ്ച ഇതാവാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ കൂടുതൽ ഏതായാലും ഉണ്ടാവില്ല. കിച്ചു എൻ്റെ കുടുംബത്തിൽ നമുക്കറിയാവുന്ന കുടുംബമാണല്ലോ. ഇവർക്ക് മറ്റേ സ്റ്റാൻഡേർഡ് കുടുംബയോഗം കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ എൻജോയ്മെന്റ് ഒന്ന് കുറയും. എല്ലാവരും അഭിനയിക്കും, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത്. ഇവിടെ കശുമാവില്ലേ? പറഞ്ഞില്ല, ആയിട്ടില്ല. പറഞ്ഞപ്പോഴല്ലേ ഇവിടെ നമുക്ക് പറഞ്ഞുണ്ട് ഒറ്റ അപ്പുറത്തൊക്കെ ഇല്ലേ? അത് പോയി ഏതെങ്കിലും പറഞ്ഞു പോയാലോ? ഒന്നും കണ്ടിട്ടില്ല. എങ്ങോട്ടാ? അവിടെ ഒന്നും കരഞ്ഞിട്ടില്ല. കുവി വയറിറങ്ങി ചാടരുന്ന് രാവിലെ തൊട്ട് നിന്നോട് ഞാൻ പറയുന്നുണ്ട്. പ്രസവത്തിന്റെ ഡേറ്റ് എടുത്തപ്പോഴാ കുവിയേ കല്ലേ കല്ലുമോളെ കുവി പെൺകുഞ്ഞുണ്ടായ വേണേ പറഞ്ഞിട്ട് അച്ചാച്ചി കൊണ്ടേ കൊടുക്കാം. കല്ലുമായിട്ട് വളർത്താം. ഇത്തവണ ഞാൻ വിചാരിച്ചേക്കാം പോകുന്നതിന് മുന്നേ പ്രസവിച്ചായിരുന്നു അച്ചാച്ചിക്ക് ഒരു കല്ലുകുഞ്ഞിനെ കൊണ്ടു കൊടുക്കായിരുന്നു. ഇവിടെ പോലത്തെ അല്ല ഇപ്പൊ കൊണ്ടുപോകാനും പറ്റൂല്ലോ. കല്ല് തുറന്നിട്ട് ഒന്നിനെ കൊണ്ട് കൊടുക്കാം അച്ചാച്ചിന്റെ കല്ലുമായിട്ടല്ലേ. ചുഞ്ചുജു എന്താ പറയാനുള്ളത്? ഞാൻ എന്താ പറയാനുള്ളത്? പ്രസവ വേദനയെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? 3 തവണ പ്രസവിച്ചില്ലേ? 3 റൗണ്ട് പ്രസവം കഴിഞ്ഞിരിക്കുന്നവരോ. പക്ഷെ ഓരോ തവണയുള്ള വേദന ഇല്ലേ? പിന്നെ ഒരു തവണ വന്നെന്ന് പറഞ്ഞാൽ അതേ വേദന വരുമ്പോൾ വേദനയ്ക്ക് കുറവൊന്നുമില്ലല്ലോ. പ്രസവിക്കാതിരിക്കുന്നില്ലല്ലോ. നമുക്ക് ആഗ്രഹമുണ്ട്, ചേട്ടൻ സമ്മതിക്കുന്നുണ്ട്. ഇത്തവണ കഴിയുമ്പോൾ പരിപാടി നിർത്തിക്കൊണ്ട് നീ പ്രസവം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയായി. പ്രസവം നിർത്തിയിട്ട് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് കിച്ചുവിനെ കാണിക്കണോ? എണ്ണ ഇരിപ്പുണ്ട്. ക്യാമറ തിരിച്ചിട്ട് ടാറ്റ.